بسم الله الرحمن الرحيم. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് അല്ലെങ്കിൽ ഇന്നു മുതൽ സംസാരിക്കാൻ ആരംഭിക്കുന്നത് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതുപോലെ وستفترق هذه الأمة إلى 73 فرقة. മുസ്ലിം സമുദായം 73 വിഭാഗങ്ങളായി പിരിയും. കുല്ലുഹാ ഫിന്നാരി ഇല്ല വാഹിദ. അതിൽ എല്ലാം നരകത്തിൽ പ്രവേശിക്കാൻ അർഹരാണ്. എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ വാഹിദ്, ഒരു വിഭാഗം ഒഴികെ. അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന മറുപടി പല റിവായത്തുകൾ പല രൂപത്തിൽ. അൽ ജമാഅത്ത് എന്ന് വന്നിട്ടുണ്ട്, മാ അന അലൈഹി യൗമ വസ്ഹാബി എന്ന് വന്നിട്ടുണ്ട്, മാ അന അലൈഹി വസ്ഹാബി എന്ന് വന്നിട്ടുണ്ട്. പല റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. ആ റിവായത്തുകളെല്ലാം പണ്ഡിതന്മാര് സ്വഹീഹാക്കിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് സംസാരിക്കാൻ ആരംഭിക്കുന്ന വിഷയം ഈ ഒരു വിഭാഗം നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുസ്ലിമീങ്ങളിലെ ആ വിഭാഗം, ആ ഒരു വിഭാഗവും അതല്ലാത്ത ബാക്കിയുള്ള 72 വിഭാഗങ്ങളും. ഇവർക്ക് എന്നുവെച്ചാൽ ഈ ഒരു വിഭാഗത്തിന് മാത്രമുള്ള, എന്നാൽ 72 വിഭാഗങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ, വ്യത്യാസങ്ങളുണ്ട്. രക്ഷപ്പെടുന്ന ഈ ഒരു വിഭാഗം, ആ വിഭാഗത്തിന് ഒരുപാട് പേരുകളുണ്ട്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് പേരുണ്ട്, അഹ്ലുൽ ഹദീസിന് പേരുണ്ട്, അഹ്ലുൽ അസർ എന്ന് പേരുണ്ട്, അതുപോലെ ഫിർഖത്തുൻ നാജിയ എന്ന് പേരുണ്ട്, ത്വായിഫത്തുൽ മൻസൂറ. എല്ലാം ഇതൊക്കെ ദീനിൽ പഠിപ്പിക്കപ്പെട്ട വന്നിട്ടുള്ള പേരുകളാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ പിന്നീട് വേറൊരു വിഷയം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഭാഗത്തിന് മാത്രമുള്ള ചില പ്രത്യേകത, ഈ പ്രത്യേകതകൾ എന്തില്ല, ബാക്കിയുള്ള 72 മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന് ശരിയായ മനഹജിന്റെ ആളുകളെ വേർതിരിക്കാനുള്ള അടയാളങ്ങൾ. വലൈക്കും അസ്സലാം. ബിദ്അത്തിന്റെ ആളുകളും ശരിയായ മനഹജിന്റെ ആളുകളെയും നമുക്ക് വേർതിരിച്ചറിയാനുള്ള അടയാളങ്ങൾ, വ്യത്യാസങ്ങൾ. ആ വ്യത്യാസങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിശദമായി പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഒരുപാട് വിശദമായിട്ട് പറയാനും എനിക്കറിവില്ല അത്രയധികം. അതുപോലെ തന്നെ നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് അത്രയധികം ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി പറഞ്ഞു തരുന്നത് അത്രയധികം മുനാസിബുമല്ല. അപ്പോ ഒരു പരിധിവരെ വിശദമാക്കിക്കൊണ്ട് തന്നെ ഈ വ്യത്യാസം, നമുക്ക് ഒരിക്കലും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കഴിയില്ല, അത് പ്രാക്ടിക്കലല്ല. പക്ഷെ ഈ വ്യത്യാസങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഈ വ്യത്യാസങ്ങളെങ്കിലും ഏറ്റവും മിനിമമാണ്. പക്ഷെ ഈ വ്യത്യാസങ്ങൾ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, ശരിയായ മനഹജിന്റെ ആളുകളെയും അല്ലാത്തവരെയും വേർതിരിക്കാൻ ഈ വ്യത്യാസങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഈ വ്യത്യാസങ്ങൾ പരാമർശിക്കുന്ന പല പുസ്തകങ്ങളുണ്ട് അഹ്ലുസ് സുന്നത്തിന്റെ ഉലമാക്കൾക്ക്. അതിൽ നമ്മുടെ പഠനത്തിനായി അവലംബിച്ചിട്ടുള്ളത് ഇവിടെ സൗദിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനായ സാലിഹ് അസ്സുവൈഹ് ഹഫിളഹുല്ലാഹ്, അദ്ദേഹത്തിന് കുറച്ച് ദിവസം മുമ്പ് ദമാമിൽ ദൗറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം രചിച്ച അൽ ഫുറൂഖു ബൈന മദ്ഹബി അഹ്ലി സുന്നത്തി വൽ ജമാഅത്തി വ മദാഹിബിൽ മുഖാലിഫത്തി ലഹു എന്ന ഗ്രന്ഥം, അത് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാനൊക്കെ പരിശോധിച്ച മുഖദ്ദിമ എഴുതിയിട്ടുള്ള ഗ്രന്ഥം. അൽ ഫുറൂഖു
ഫുറൂഖ് എന്ന് പറഞ്ഞാൽ വ്യത്യാസങ്ങൾ. ഫുറൂഖ് എന്ന് പറഞ്ഞാൽ വ്യത്യാസങ്ങൾ. എന്ത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ബൈന മദ്ഹബി അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്ഹബ്, ആ മദ്ഹബും മദാഹിബിൽ മുഖാലിഫത്ത് ലഹു, അവർക്ക് എതിരായിട്ടുള്ള മദ്ഹബുകൾ, ആ പറഞ്ഞ 72 എണ്ണം, അത് മൊത്തം അവർക്ക് എതിരാണ്. ഈ ഒന്നും ബാക്കിയുള്ള 72 തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആണ് ഈ ഗ്രന്ഥത്തിന്റെ പേര്. ഈ ഗ്രന്ഥത്തിൽ 12 വ്യത്യാസങ്ങൾ എടുത്തു കൊടുക്കുന്നുണ്ട്. 12 എണ്ണം. ഈ 12 എണ്ണമാണ് നമ്മുടെ ഈ മജ്ലിസുകളുടെ ചർച്ചാ വിഷയം, പഠന വിഷയം. അതിൽ ഓരോ മജ്ലിസുകളിൽ ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് സാധിക്കാന്ന് അറിയില്ല. ഓരോ മജ്ലിസുകളിൽ ഓരോ വ്യത്യാസങ്ങളാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യട്ടെ. ഈ വ്യത്യാസങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കണം. ഈ വ്യത്യാസങ്ങൾ വളരെ പ്രധാനം. ഈ വ്യത്യാസങ്ങൾ വളരെ പ്രധാനം. ഈ വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? 2 ഉപകാരങ്ങളാണ്. ഒന്നാമത് നമ്മുടെ സ്വന്തത്തിലുള്ള ഉപകാരം എന്താണ്? ഈ വ്യത്യാസങ്ങളിൽ അഹ്ലുസുന്നത്തിന്റെ ഭാഗത്താണോ നമ്മൾ? ഓരോ 12 എണ്ണത്തിൽ ഓരോന്നിലും നമ്മൾ അഹ്ലുസുന്നത്തിനുള്ള ആ പ്രത്യേകത നമ്മളിലുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ അഹ്ലുസുന്നത്തിൽപ്പെട്ടവരാണ്. ഈ വ്യത്യാസങ്ങൾ ഈ 12 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മുടെ ആ അഹ്ലുസുന്നത്തിന്റെ രൂപത്തിലല്ല നമ്മളെങ്കിൽ നമ്മളെന്തായിട്ടില്ല? നമ്മൾ സലഫി ആയിട്ടില്ല, സുന്നി ആയിട്ടില്ല. നമ്മളെന്തായിട്ടില്ല? സലഫിയും സുന്നിയൊന്നും ആയിട്ടില്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെട്ടവനായിട്ടില്ല. അത്രയും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഒന്നാമത്തെ നമ്മൾ സ്വന്തം നഫ്സിന്റെ കാര്യത്തിൽ. രണ്ടാമത്തെ ഫായിദ, വ്യത്യാസങ്ങൾ പഠിക്കുന്നതിൽ നമുക്ക് ബിദ്അത്തുകാരെ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ബിദ്അത്തുകാരെ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. നമുക്ക് ബിദ്അത്തുകാരെ തിരിച്ചറിയാൻ ഒരുപാട് വഴികളും മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരാളുടെ കൂടെ ഒരുപാട് ദിവസം ജീവിച്ചാൽ നമുക്ക് ബിദ്അത്തിന്റെ പല കാര്യങ്ങളും അവന്റെ വായിന്ന് പുറത്തേക്ക് വരും. അവന്റെ ഉള്ളിലുള്ള വിശ്വാസങ്ങളൊക്കെ പുറത്തേക്ക് വരും. പല പ്രവർത്തനങ്ങൾ, ബിദ്അത്തുകളായിട്ടുള്ള കാര്യങ്ങൾ അവനിൽ പ്രകടമാകും. അതൊക്കെ ചെയ്യും. അതിനേക്കാളൊക്കെ വളരെ എളുപ്പമാണ് എന്ത്? ഈ 12 വ്യത്യാസങ്ങൾ. ഈ 12 വ്യത്യാസങ്ങൾ എത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ നാട്ടിലേക്ക് ഒരു താലിബ് ഇൽമ് വരികയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ദർസെടുപ്പിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൽമെന്ന് ഇസ്തിഫാദ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 12 കാര്യങ്ങളിൽ നിങ്ങളുടെ നിലപാടെന്താണ്? അതിലേതെങ്കിലും ഒന്നിൽ സലഫി നിലപാടിന് വിരുദ്ധമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ അയാൾ എന്തല്ല, ദർസെടുക്കാൻ യോഗ്യനല്ല എന്നെന്ത് ചെയ്യാൻ സാധിക്കും? മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഇഷ്കാലുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രൂപത്തിൽ. അത് വളരെ എല്ലാവരും പരീക്ഷിക്കണമെന്നോ എല്ലാവരും ചോദ്യം ചെയ്യണമെന്നല്ലോ ഞാൻ പറയും. അതിന് അതിൻ്റെതായ സാഹചര്യങ്ങളുണ്ട്, സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അത്തരം സാഹചര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ വ്യത്യാസങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് സ്വന്തത്തിലുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സലഫിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഉറപ്പിക്കാൻ സാധിക്കും. കാരണം സലഫിയത്തിന് മാത്രമുള്ള 12 പ്രത്യേകതകൾ അത് വേറെ ആർക്കും ഉണ്ടാവില്ല. ഈ 12 എണ്ണവും ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ സലഫിയാണ്. രണ്ടാമത്തെ കാര്യം, ഇതിലേതെങ്കിലും ഒന്നും ഒരാൾക്ക് ഇല്ലെങ്കിൽ അയാൾ സലഫി അല്ലതാണ്. അയാൾ സലഫി അല്ലതാണ്. നമ്മൾ വിധിക്കാനല്ല, വിധിക്കുന്ന ഹുക്മിന്റെ വിഷയമല്ല ഞാൻ പറയും. എന്നുവെച്ചാൽ അയാളുടെ സലഫിയത്ത് എന്തായിട്ടില്ല? പൂർണ്ണമായിട്ടില്ല, ശരിയായിട്ടില്ല. നമ്മൾ തബ്ദീ ചെയ്യുന്ന വിഷയത്തിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചല്ല, മറിച്ച് എത്രത്തോളം അവിടെ ശരിയാക്കാൻ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ എത്രയാണ് അവരുടെ നിലവാരം? 100-ൽ എത്ര മാർക്കുണ്ട്? ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്, എന്തൊക്കെ എവിടെയൊക്കെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നൊരു കൃത്യമായൊരു ധാരണ കിട്ടാൻ എന്ത് ചെയ്യും? ഈ വ്യത്യാസങ്ങൾ നമ്മളെ സഹായിക്കും. അപ്പോ വിഷയത്തിലേക്ക് കടക്കാം.
ഒന്നാമത്തെ വ്യത്യാസം അതാണ് അസ്ല്. ബാക്കിയൊക്കെ അതിന്റെ ഫറാണ്. എന്ന് വെച്ചാൽ ഈ ഒന്നാമത്തെ കാര്യത്തിന്റെ എന്താ പറയാ സബ്ബായിട്ട് വരുന്ന വിഷയങ്ങളാണ് എന്ത്, അതിന്റെ ഉപശാഖകളായിട്ട് വരുന്ന വിഷയങ്ങളാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. ഒന്നാമത്തിന് ഏറ്റവും വലിയ അസ്ല് എന്താണ്? വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അൽ-ഇഅ്തിസാമു ബിൽ കിതാബി വസ്സുന്ന. ഒന്നാമത്തെ അസ്ല് അൽ-ഇഅ്തിസാമു ബിൽ കിതാബി വസ്സുന്ന. അൽ-ഇഅ്തിസാം ഐനും സാദുൻ. അൽ-ഇഅ്തിസാമു ബിൽ കിതാബി വസ്സുന്ന. കിതാബും സുന്നത്തും കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ സ്വയം സംരക്ഷകരാവുക. സംരക്ഷകരാവല്ല, സ്വയം സേഫാവുക. അസമാധാനം സംരക്ഷിച്ചു എന്നാണ്, പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഏഴത്തസമ എന്ന് പറഞ്ഞാൽ നമ്മളെന്തായി? സേഫായി. അപ്പോൾ ഖുർആനും സുന്നത്തും കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? സേഫ് ആവാൻ സാധിക്കുള്ളൂ, ദുനിയാവിലും ആഖിറത്തിലും. അതുകൊണ്ടാണ് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നതിന് എന്ത് പറയുന്നത്? ഇഅ്തിസാം എന്ന് പറയും. മുറുകെ പിടിക്കുന്നവന് എന്തായുള്ളൂ? സേഫായിട്ടുള്ളൂ. അല്ലാത്തവൻ എന്ത് ചെയ്യും? നശിക്കും, ദുനിയാവിലും ആഖിറത്തിലും. അതുകൊണ്ടല്ലേ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നത് സുന്നത്തു സഫീനത്തു നൂഹ് മൻ റക്കിബഹ ഫഖദ് നജ വമൻ അറള അൻഹാ ഫഖദ് ഹലക്. സുന്നത്ത്, അവര് സലഫുകൾ സുന്നത്ത് എന്ന് പറയുന്നത് മൊത്തത്തിലാണ്. ഇതെന്താണ്? നൂഹ് നബിന്റെ കപ്പൽ പോലെയാണ്. എന്നുവെച്ചാൽ ആരാണോ അതിൽ കയറിയത് അവൻ രക്ഷപ്പെട്ടു. ഇതല്ല എന്താ പറയാ, ഓപ്ഷൻസ് ഉള്ള വിഷയമല്ല. വേണമെങ്കിൽ കയറാം, അല്ലെങ്കിൽ കയറാതിരിക്കാം. അങ്ങനെ ഒരാൾ കരുതിയാൽ നൂഹ് നബിന്റെ മകൻ പറഞ്ഞ പോലെ തന്നെ ആവുള്ളൂ. ഞാൻ എന്ത് ചെയ്യാം? ഖാലസാവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ. ഏതെങ്കിലും ഒരു മലയിൽ പോയി എന്ത് ചെയ്തോളാം? വെള്ളം എന്നെ കീഴ്പ്പെടുത്താതെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, രക്ഷപ്പെടുത്തി ഒരു പ്രൊട്ടക്ഷൻ ഞാൻ ചെയ്തോളാം, ഞാൻ എന്നെ സ്വയം സേഫാക്കിക്കോളാന്ന് പറഞ്ഞു. പക്ഷെ എന്തായിപ്പോയി? അതും അദ്ദേഹവും ആ വ്യക്തിയും മരണപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെയാണ് ഖുർആനും സുന്നത്തും. നൂഹ് നബിന്റെ കപ്പൽ പോലെ. ഇത് മുറുകെ പിടിക്കുക എന്നുള്ളത് നിർബന്ധമാണ് രക്ഷ ആഗ്രഹിക്കുന്നവർക്ക്, ദുനിയാവിലും ആഖിറത്തിലും. അതുകൊണ്ടാണ് ഇഅ്തിസാം എന്ന് പറയുന്നത്. നമ്മൾ സ്വയം സേഫാക്കണം. സേഫാക്കേണ്ടത് എങ്ങനെയാണ്? നൂഹ് നബിയുടെ കാലത്ത് നൂഹ് നബിയിൽ വിശ്വസിച്ച് കപ്പലിൽ കയറിയാൽ മതി. നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ സേഫാകേണ്ടത് ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചിട്ടാണ്. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചിട്ടാണ്. ഈ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു അസ്ല് നമ്മൾ പറഞ്ഞു, ഇതിന്റെ ഫറാണ് ബാക്കിയുള്ളതൊക്കെ. ഈ ഒരു അസ്ലിൽ പിഴവ് വന്നത് കൊണ്ടാണ് ഈ 72 ഉണ്ടായിട്ടുള്ളൂ. വേറൊരു കാരണമില്ല. എന്റെ തെളിവെന്താ? നേരത്തെ പറഞ്ഞ ആയത്താണ്. വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ. ഈ ഒരു കൽപ്പന പാലിച്ചാൽ പിന്നെന്തില്ല? വലാ തഫറഖൂ എന്നുള്ള ഉണ്ടാവൂല. നിങ്ങളെല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കണം. അള്ളാഹുവിന്റെ കയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വഹി. അള്ളാഹുവിന്റെ കയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹയാണ്. ഇത് മുറുകെ പിടിച്ചാൽ എല്ലാവരും ഒന്നിച്ചിട്ട് എന്ത് ചെയ്യാണ്? വഹയിൽ മുറുകെ പിടിക്കുകയാണ്. എല്ലാവരും വഹയിലുണ്ട്. അപ്പൊ എല്ലാവരും ഒറ്റ മാർഗത്തിലാണ്. അപ്പൊ എല്ലാവരും എന്തായി? നന്നായി. എല്ലാവരും നന്നായാൽ എല്ലാവരും ഒന്നായി. അങ്ങനെ ഒന്നാവുള്ളൂ. അങ്ങനെ ഒന്നാവുള്ളൂ. അപ്പൊ ഈ വഹിയാകുന്ന കിതാബും സുന്നത്തും, കിതാബും സുന്നത്തും വഹിയാണോ? ഖുർആൻ മാത്രമല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് ആണോ? ആലോചിക്കാൻ പാടില്ല, ഉടനെ പറയാം. എന്താ ആയത്തുകളുടെ തെളിവുണ്ട് ഇഷ്ടം പോലെ, ഹദീസുകൾ ഇഷ്ടം പോലെ തെളിവുണ്ട്. ആയത്തിലുള്ള തെളിവെന്താ? വമാ യൻതിഖു
അനിൽ ഹവ ഇൻ ഹുവ ഇല്ല വഹ്യു യൂഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യില്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ദീനിന്റേതായി പറയില്ല. ദുനിയാവിന്റെ വിഷയങ്ങളിൽ പലതും പറഞ്ഞിട്ടുമുണ്ട്. അതല്ല ഉദ്ദേശിക്കുന്നത്. ദീനിന്റെ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം താല്പര്യപ്രകാരം, എന്നുവെച്ചാൽ അള്ളാഹ് ഇങ്ങനെ പറയുന്നു കൽപ്പിക്കാത്തൊരു കാര്യം എന്ത് ചെയ്യില്ല, പറയൂല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. ആ പറയുന്നത് എന്ത് മാത്രമാണ്, അദ്ദേഹത്തിന് ബോധനം നൽകപ്പെടുന്ന, വഹിയായിട്ട് നൽകപ്പെടുന്ന, വഹി അല്ലാതെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ഒന്നും പറയൂല ദീനിന്റേതായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റേതായിട്ട് പറഞ്ഞത് ഖുർആൻ മാത്രമാണോ? അല്ല. അതൊരു തെളിവ്. ഒരുപാട് തന്നെ വ്യക്തമായ തെളിവുകൾ മാത്രം പറഞ്ഞു. ഹദീസ് എന്നുള്ള തെളിവാണെന്ത്, അല വഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅ. അറിഞ്ഞുകൊള്ളുക, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, അതുപോലത്തെ ഒന്ന് ഖുർആന്റെ കൂടെ നൽകപ്പെട്ടിട്ടുണ്ട്. അതുപോലത്തെ ഒന്ന് എന്നുവെച്ചാൽ ഖുർആന് മേലെ ഹദീസ് താഴെ, അങ്ങനെയല്ല, രണ്ടും ഒരേ പദവിയിലാണ്. ഇത് രണ്ടും നൽകപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ രണ്ടും വഹിയാണ്. അതുകൊണ്ട് സ്വരീഹായിട്ട് വഹിയായിട്ട് ജിബ്രീൽ ഇറങ്ങി വരാറുണ്ടെന്ന് എന്ത് ചെയ്യാറ് സലഫുകൾ എത്രയോ അഖ്വാലുകളുണ്ട്. ഖുർആൻ കൊണ്ട് ജിബ്രീൽ ഇറങ്ങി വരുന്നത് പോലെ എന്ത് ചെയ്യാറുണ്ട്, സുന്നത്ത് കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരാറുണ്ട്. ഖുർആൻ സുന്നത്ത് എന്താണ്, വഹിയാണ്. ആ വഹിയാണ് ഇവിടെ ആയത്തിൽ പറയുന്ന ഹബലുല്ലാ, വഅതസിമു ബിഹബിലില്ലാ എന്ന് പറയുന്ന ഹബലുല്ലാ, അള്ളാഹുവിന്റെ കയറ്, അത് വഹിയാണ്. അത് ഇഅ്തിസാമ ചെയ്യണം. എന്നുവെച്ചാൽ അത് മുറുകെ പിടിച്ചാൽ നമ്മൾ സേഫ് ആവുള്ളൂ. ഇതാണ് ഒന്നാമത്തെ അസ്ല്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആളുകൾ എന്ത് ചെയ്തിട്ടുള്ളത്. 72 നിങ്ങൾ ഈ പറയുന്ന പോയിന്റുകൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. 72 പലതും എങ്ങനെയൊക്കെയാണ് 72 ആയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഹുജ്ജിയത്തു അസ്സുന്ന. ഖുർആൻ ദീനിൽ തെളിവല്ല എന്ന് വാദിക്കുന്ന ചില ആളുകൾ, ഹദീസുകൾ എന്തല്ല ദീനിൽ, ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഇല്ല. എങ്ങനെ? ഒന്നാമത്തെ പോയിന്റിന്റെ അതിൽ എഴുതേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മസാലകളാണ്. ഒന്നാമത്തെ അസ്ലിലെ ചില മസാലകളാണ്. അതിൽ ഒന്നാമത്തെ മസാലയാണ് ഹുജ്ജിയത്തു അസ്സുന്ന. സുന്നത്ത് ഹുജ്ജത്താണോ, ഹദീസ് ഹുജ്ജത്താണോ, ദീനിൽ തെളിവാണോ എന്ന് അതിനെ എതിർക്കുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ പോലും ഉണ്ട്. ഖുർആൻ നമുക്ക് മതി, ഹദീസിന്റെ ആവശ്യമില്ല എന്ന് വാദിക്കുന്ന ആളുകൾ, അത് അത്തരം ആളുകളെ സംബന്ധിച്ച് ഹദീസുകളിൽ അങ്ങനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ചില ആളുകളെ ഞാൻ കാണാൻ ഇടയാവാതിരിക്കട്ടെ, എങ്ങനെയുള്ള അവസ്ഥയിൽ എന്റെ ഹദീസുമായി കൽപ്പനയുമായി നിങ്ങളിൽ അടുക്കലേക്ക് ഒരാൾ വരുമ്പോ സോഫമ്മ ചാരിരുന്ന് സുഖലോലുപനായിട്ട് ഇതൊക്കെ നിർത്ത്, എന്നിട്ട് എന്ത് ചെയ്യും, ഖുർആനെന്ന് വല്ലതുണ്ടേ കൊണ്ടുപോയോ എന്ന് പറയുന്ന അവസ്ഥയിൽ നിങ്ങളെ ആരെയും ഞാൻ കാണാതിരിക്കട്ടെ എന്ന് പറയുന്ന ശക്തമായി താക്കീതെന്നൊരു ഹദീസുണ്ട്. വലിയ അപകടമാണത്. ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് ഇവർക്ക് ഈ സുന്നത്ത് ദീനിൽ തെളിവല്ല എന്ന് പറയുന്നവർക്കുള്ള ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയോ, അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ മറുപടി എന്താണെന്നറിയോ, ഹദീസുകൾ ദീനിൽ തെളിവാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയോ, ഖുർആൻ തന്നെയാണ്. ഹദീസുകൾ ദീനിൽ തെളിവാണെന്നുള്ളതിന് ഏറ്റവും
അത് അറിയിക്കുന്ന ഏറ്റവും ഒന്നാമത്തെ കാര്യം ഖുർആൻ തന്നെ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന നല്ലൊരു സംഭവമുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നമുക്കറിയാലോ സഹാബികളിൽ തന്നെ അങ്ങേയറ്റം ഇൽമു കൊണ്ട് അറിയപ്പെട്ട പ്രമുഖനായ സഹാബിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുനൈഫുൻ മുലിഅ ഇൽമൻ, ഇൽമു കൊണ്ട് നിറയപ്പെട്ട ഒരു ചെറിയ പാത്രം എന്ന് പറയാറുണ്ട്. ചെറിയ പാത്രം എന്ന് പറയുന്നത് ഇൽമു കുറവാണെന്ന് അറിയിക്കാനല്ല, അദ്ദേഹം ഹൈറ്റ് കുറഞ്ഞ ഒരാളാണ്. അപ്പൊ ആ ചെറിയ പ്രകൃതമാണെങ്കിലും ആ ശരീരത്തിൽ മുഴുവൻ എന്താ ഇൽമു കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. അപ്പൊ അത്രയും ഇൽമുള്ള വ്യക്തിയാണ് ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ മുടി സ്ത്രീകളുടെ വിഷയമാണ് കേട്ടോ, സ്ത്രീകളുടെ വിഷയമാണ്. അവര് മുടി എന്ത് ചെയ്യുന്ന, ഇല്ലാത്ത മുടി ചേർക്കുന്ന, ഇന്നത്തെ കാലത്ത് വിഗ്ഗൊക്കെ പോലെ അങ്ങനെ ചേർക്കുന്ന സ്ത്രീകളെ അദ്ദേഹം ശപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മജ്ലിസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശപിക്കുകയാണ് പരസ്യമായിട്ട്. അതുപോലെ തന്നെ പച്ച കുത്തുന്ന സ്ത്രീകളെ ശപിക്കുകയാണ്. ഇങ്ങനെ ശപിച്ച് കഴിഞ്ഞപ്പോ ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്, പ്രായമായൊരു സ്ത്രീ അദ്ദേഹത്തോട് ചോദിക്കും, താങ്കൾ എന്തിനാ ഇങ്ങനെയൊക്കെ ശപിക്കുന്നത്, താങ്കൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ശപിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു കൊടുക്കുന്ന മറുപടി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ച ഒരു വിഭാഗത്തെ ഞാൻ എങ്ങനെയാണ് ശപിക്കാതിരിക്കുക എന്ന് ആദ്യം ചോദിക്കും. അപ്പൊ ആ സ്ത്രീ ഒന്നും പറയില്ല, അപ്പൊ ആ സ്ത്രീ ഒന്നും മിണ്ടില്ല. പിന്നെ അദ്ദേഹം പറയുന്നത്, ആ വിഷയത്തിൽ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്, അപ്പൊ ഞാനെങ്ങനെ ശപിക്കാതിരിക്കാന്ന് പറയുമ്പോ അപ്പൊ സ്ത്രീ ചോദിക്കും, ഖുർആൻ എങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്? ഞാൻ ഖുർആനിന്റെ ഒരറ്റം മുതൽ മുസ്ഹഫിന്റെ ഒരു തല മുതൽ മറ്റേ തല വരെ ഞാൻ വായിച്ചിട്ടുണ്ട്, എന്നുവെച്ചാൽ പഠിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഞാൻ അതിലെവിടെയും കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം തിരിച്ചു കൊടുക്കുന്നതിന് മറുപടി ഉണ്ട്, അല്ലാത്തൊരു മറുപടിയാണ്. ഹദീസ് നിഷേധിക്കുന്ന ആളുകൾ, ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആളുകൾക്കുള്ള എക്കാലത്തും ഉള്ള ഒരു മറുപടിയാണ്, അവർക്കൊക്കെ ഉള്ളൊരു മറുപടി. എന്താണ് അദ്ദേഹം പറയുന്നത്? നീ അത് ശരിക്കും വായിക്കേണ്ട പോലെ വായിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിൽ ഇത് കണ്ടേനെ, ഈ ശാപപ്രാർത്ഥന നീ കണ്ടേനെ. അതിലൂടെ ഖുർആനിലെവിടെയുള്ള ശാപപ്രാർത്ഥന അദ്ദേഹം പറയണ, നീ ഈ ആയത്ത് വായിച്ചിട്ടില്ലേ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. റസൂൽ നിങ്ങൾക്ക് എന്ത് നൽകിയോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക. റസൂൽ നിങ്ങളെ എന്തിൽ നിന്ന് വിലക്കിയോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഈ ആയത്തിൽ ഹദീസുകൾ, എല്ലാ ഹദീസുകളും പെടും, എല്ലാ ഹദീസുകളും ഈ ആയത്തിൽ പെടും. അപ്പോ ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിന് പറയുന്ന വിശേഷം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വിഷയത്തിന്റെ പോയിന്റ് എവിടെയാണ്, മറന്നു അതാണ്. ഹദീസിൽ വന്നൊരു കാര്യത്തെ അദ്ദേഹം സൂചിപ്പിക്കുന്ന എങ്ങനെയാണ്, ആ വിഷയത്തിൽ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഒരാൾ ഹദീസിനെ നിഷേധിച്ചാൽ ഖുർആൻ നിഷേധിക്കുന്നവനാണ്. ശരിക്കും മനസ്സിലാക്കണം, ഒരാൾ ഹദീസിനെ നിഷേധിച്ചാൽ അവൻ ഖുർആനെ നിഷേധിക്കുന്നവനാണ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കും. ഹദീസിനെ മാത്രമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയൂല. ഹദീസിനെ മാത്രമായിട്ട് ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതാണ് അങ്ങനെ സ്വയം വാദിച്ചാലും ശരി, അവൻ ഖുർആനെയുമാണ് എന്ത് ചെയ്യുന്നത്, നിഷേധിക്കുന്നത്. വേറെ ഒരുപാട് ആയത്തുകളുണ്ട്, ഹദീസുകളൊക്കെ ഈ വിഷയത്തിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഖുർആൻ ഹദീസ് നിഷേധിക്കുന്ന ആളോട് ഹദീസ് ഓതിയിട്ട് കാര്യമില്ലല്ലോ. ഖുർആൻ എന്നൊരു ആയത്ത് പറഞ്ഞുതരാം. വനസ്സൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. വളരെ വ്യക്തമായൊരു തെളിവാണ്, പഠിച്ചു വെക്കണം. വനസ്സൽനാ
നോക്കണം. വനസ്സൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. എന്താ ആയത്തിനർത്ഥം? വനസ്സൽനാ ഇലൈക الذിക്ർ, നാം നിനക്ക് ദിക്ർ ഇറക്കി തന്നു. ശരിക്കും ശ്രദ്ധിക്കണേ, നാം നിനക്ക് ദിക്ർ ഇറക്കി തന്നു. എന്തിനിറക്കി തന്നു? ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ജനങ്ങൾക്ക് നീ വ്യക്തമാക്കാൻ. എന്ത്? അവർക്ക് ഇറക്കപ്പെട്ടത് നീ വ്യക്തമാക്കാൻ ഞാൻ നിനക്ക് എന്ത് ചെയ്തു? ദിക്ർ ഇറക്കി തന്നു. അപ്പൊ ഇറക്കപ്പെട്ട എന്താ? ഖുർആനാണ്. അത് വ്യക്തമാക്കാൻ അള്ളാഹു വീണ്ടും ഇറക്കി കൊടുത്തത് എന്താ? ദിക്ർ. ആ ദിക്ർ എന്താ? അതാണ് സുന്നത്ത് എന്ന് പറയുന്നത്, ഹദീസ് എന്ന് പറയുന്നത്. വനസ്സൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. വളരെ ശ്രദ്ധിക്കണം. വനസ്സൽനാ ഇലൈക الذിക്ർ, നാം നിനക്ക് എന്ത് ചെയ്തു? ദിക്ർ ഇറക്കി തന്നു. എഴുതാനുള്ള ബോർഡൊക്കെ ഉണ്ടല്ലോ, ശ്രദ്ധിച്ചാൽ മതി. വനസ്സൽനാ ഇലൈക الذിക്ർ, ദിക്ർ എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കുക. അള്ളാഹു അത് ഇറക്കി തന്നു. അപ്പൊ ഇറക്കി തന്ന ഒന്നാമത്തെ കാര്യം ദിക്ർ. ശ്രദ്ധിക്കണേ, അത് ഇറക്കി തന്ന എന്തിനാ? ദിക്ർ എന്തിനാ അള്ളാഹു ഇറക്കിയത്? അതാണ് പിന്നെ പറഞ്ഞത്. ലിതുബയ്യിന ലിന്നാസ്, നീ വ്യക്തമാക്കാൻ, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക. എന്ത് വിശദീകരിച്ചു കൊടുക്കാൻ? മാ നുസ്സില ഇലൈഹി, അത് രണ്ടാമത്തെ കാര്യം. മാ നുസ്സില ഇലൈഹി, അവർക്ക് ഇറക്കപ്പെട്ടത്. അപ്പൊ അവിടെ വേറൊരു രണ്ടാമത്തെ കാര്യം ഇറക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യം അവിടെ ഒരു കാര്യം ഓൾറെഡി ഇറക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ വ്യക്തമാക്കാൻ അള്ളാഹു രണ്ടാമത് ദിക്റിനെ വീണ്ടും എന്ത് ചെയ്യണം? ഇറക്കി കൊടുക്കണം. അപ്പൊ ആദ്യം ഇറക്കപ്പെട്ട മാ നുസ്സില ഇലൈഹി എന്ന് പറഞ്ഞ ആ ആദ്യത്തെ കാര്യം എന്താ? അതാണ് ഖുർആൻ. അല്ല, മാ നുസ്സില ഇലൈഹി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ്. അത് ജനങ്ങൾക്ക് വ്യക്തമാക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കി കൊടുത്ത ദിക്റാണ് എന്ത്? ഹദീസുകൾ, സുന്നത്ത് എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും അള്ളാഹു എന്ത് ചെയ്തതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്തതാണെന്നുള്ള ആയത്ത് അതിൽ നിന്ന് ആശയം ഇതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുർആനും സുന്നത്തും രണ്ടും വേറെ വേറെയല്ല. ഹദീസ് എന്നുള്ളത് എന്താണ്? ഖുർആനിന്റെ ആയത്തിൽ എന്താ കൊടുത്തിട്ടുള്ളത്? വിശദീകരണം. ഹദീസുകൾ ഖുർആനിന്റെ വിശദീകരണം. രണ്ടും എന്തല്ല? വേറെ വേറെയല്ല. നമുക്കൊന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്ത് പറയാം? തിയറിയും പ്രാക്ടിക്കൽ എന്ന് പറയാം. ഏകദേശം മനസ്സിലാൻ വേണ്ടി എളുപ്പത്തിന് പറയാം. ശരിക്കും ഒരുപാട് അതിൽ വിഷയങ്ങൾ, വേറെ മസാലകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി പറയാം. ഇപ്പൊ ഖുർആൻ തിയറി ആണെങ്കിൽ, ഖുർആനിൽ പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തിയറി ആണെങ്കിൽ അതിൽ പ്രാക്ടിക്കലായിട്ടുള്ള വശങ്ങൾ എവിടെയുള്ളത്? സുന്നത്തിലുള്ളത്, ഹദീസിലുള്ളത്. ഇത് രണ്ടും വേറെ വേറെയാണോ? അല്ല, രണ്ടും ഒരേപോലെയാണ്. അതാണ് ഹദീസ് മിസ്ലഹു, അതുപോലെ തോന്നും. ഖുർആൻ പോലെ എന്ന് പറയുന്ന ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഖുർആൻ പോലെയാണ്. അപ്പൊ ഖുർആനെ അംഗീകരിക്കുന്നവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഹദീസിനെ നിഷേധിക്കാൻ സാധിക്കില്ല. ഇവിടെ ഇബ്നു ഹസ്മ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇഹ്കാം ഫി ഉസൂൽ അഹ്കാം എന്ന് പറയുന്ന ഉസൂൽ ഫിഖ്ഹിൽ ഒരു ഗ്രന്ഥമാണ്. അത് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കണേ. അത് കുറെ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഓരോരുത്തർ എഴുതിയെന്ന് മാത്രം, രേഖപ്പെടുത്തിയെന്ന് മാത്രം. അദ്ദേഹം പറയുന്നു, വലൗ അന്നമ്രഅൻ ഖാല, ഒരാളിങ്ങനെ പറയാം, ഏതെങ്കിലും വ്യക്തി പറയാണ്, ലാ നഖുദു ഇല്ലാ മാ വജദ്നാ ഫിൽ ഖുർആൻ, ഖുർആനിൽ നമ്മൾ കണ്ടതല്ല നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ദീനായിട്ട് നമ്മൾ എടുക്കൂല, പക്ഷെ ഹദീസ് നമ്മൾ ദീനിൽ തെളിവാക്കൂല എന്ന് പറയണമെങ്കിൽ ലകാന കാഫിറൻ ബി ഇജ്മാഇൽ ഉമ്മ, അവൻ ഉമ്മത്തിന്റെ ഇജ്മാ പ്രകാരം അവൻ കാഫിറാണ്. ഉമ്മത്തിന്റെ ഇജ്മാ പ്രകാരം അവൻ കാഫിറാണ്.
അപ്പൊ ഹദീസ് ദീനിൽ തെളിവല്ല എന്ന് പറയുന്നവൻ കാഫിറാണ്. ഇജ്മാ ഉള്ള വിഷയം, ഉമ്മത്തിന് ഇജ്മാ ഉള്ള വിഷയമാണ്. ഉമ്മത്തിന് ഇജ്മാ ഉള്ള വിഷയമാണ്. ഹദീസ് ദീനിൽ തെളിവാണ്. ഒരായത്തുകൂടി പറയാം ഹദീസിന്റെ വിഷയത്തിൽ, കുറച്ചുകൂടി വ്യക്തമായ ഒരായത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലെ, നമുക്ക് ഹദീസ് നിഷേധിക്കുന്നവർ ഹദീസ് കൊടുത്തിട്ട്, ഹദീസ് കൊടുക്കാനാണെങ്കിൽ കുറേ ഉണ്ട്, പക്ഷെ ഹദീസ് നിഷേധിക്കുന്നവരുടെ ഹദീസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. കാരണം അവനത് അംഗീകരിക്കുന്നില്ലല്ലോ. അവനെ ദഅവത്ത് ചെയ്യുമ്പോൾ ഖുർആനിന്റെ ആയത്തുകൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് ആയത്തുകൾ ശരിക്കും പഠിക്കാൻ പറയും. ഹദീസുകളാണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പരിചയമുണ്ട്. ഏതാണ് ആയത്ത്? ഇമാം അഹ്മദ് റഹിമഹുല്ലാഹി ഈ വിഷയത്തിൽ എടുത്തു പറയുന്ന ഒരായത്താണ്. ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. ഫല്യഹ്ദർ, പേടിച്ചു കൊള്ളട്ടെ. ആര്? അല്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അദ്ദേഹത്തിന്റെ കൽപ്പനയിൽ നിന്ന് എതിരാകുന്ന ആളുകൾ. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ വിധിവിലക്കുകൾ മാത്രമാണ് കൽപ്പിച്ചത്. ഖുർആന്റെ ആയത്തുകൾ അങ്ങനെ തന്നെ എടുത്തുദ്ധരിച്ചിട്ടാണ് കൽപ്പിച്ചത്. അങ്ങനെയുള്ളത് മിക്കതും അങ്ങനെ തന്നെയാണ്, കൂടുതലും അങ്ങനെയാണ്. പക്ഷെ അത് മാത്രമാണോ? അല്ലാത്ത എത്രയോ കൽപ്പനകളില്ലേ? എത്രയോ കൽപ്പനകൾ. ഇപ്പൊ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, അത് ഖുർആനിലെ ആയത്താ ആണോ? അത് കൽപ്പനയല്ലേ? ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി കണ്ടു അതുപോലെ നിസ്കരിക്ക്, കൽപ്പനയാണ്. ഇവിടെ അമൃതെന്ന് പറഞ്ഞ കൽപ്പന മാത്രമല്ല, അത് വേറെ വിഷയം. പക്ഷെ അദ്ദേഹത്തിന്റെ ആ കൽപ്പനയ്ക്ക് എതിരാകുന്ന ആളുകൾ എന്ത് ചെയ്യട്ടെ? പേടിച്ചു കൊള്ളട്ടെ. എന്തിൽ നിന്ന്? രണ്ട് കാര്യങ്ങളാണ്, ശിക്ഷകളാണ്. രണ്ട് ശിക്ഷകളാണ്. രണ്ടിലേതെങ്കിലും ഒന്നല്ല, രണ്ടും കിട്ടും. രണ്ടും കിട്ടും. ഒന്നാമത്തെ അൻ തുസീബഹും ഫിത്ന, അവനെ ഫിത്ന ബാധിക്കും. അവനെ ഫിത്ന ബാധിക്കും. അത് ഫിത്ന ഇമാം അഹ്മദ് പറയുന്നത് എന്താ ഫിത്ന എന്നറിയാൻ ചോദിക്കും. അശ്ശിർക്കാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഉസൂൽ സലാസിന്റെ ദർസിൽ പറഞ്ഞു, ഒരു സ്ഥലത്ത് ശിർക്കെന്ന് മാത്രം പറഞ്ഞാൽ കുഫറാണ് പെടുക. കുഫർ എന്ന് മൊത്തത്തിലുള്ള അർത്ഥമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശിർക്ക്. അഖീദയ്ക്ക് സുന്നത്ത് എന്ന് പറയുന്നത്. അഖീദിന്റെ ഗ്രന്ഥങ്ങൾ സലഫുകൾ അങ്ങനെ പറയാം, അസുന്നാണ് മിക്ക കിതാബും, ഉസൂൽ സുന്ന. അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്ന അഖീദയാണ്. അതുപോലെ അപ്പോ അയാൾ എന്താവും? അവനെ കുഫർ ബാധിക്കും, അല്ലെങ്കിൽ ശിർക്ക് ബാധിക്കും. അത് ഇങ്ങനെ മൊത്തത്തിൽ നിഷേധിക്കുന്ന ഒരാളാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഇജ്മാ, അവൻ കാഫിറാണ്. ഔ യുസീബഹും അദാബുൻ അലീം, അവനെന്തും ബാധിക്കും? വേദനാജനകമായ ശിക്ഷയും അവന് പരലോകത്തുണ്ടാവും. അതിന്റെ കാഫിറുകൾക്ക് പിന്നെ അവരുടെ അവസ്ഥ അറിയാലോ, നരകത്തിൽ കാലാകാലം ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥിക്കാരുടെ എന്താ പറയാ, അവരുടെ തലാബ്, നമ്മള് തലവ്വൻ എന്ന് പറയല്ലേ, നിറം മാറി കളിക്കുക, ഓന്തിന്റെ സ്വഭാവം, അത് വിദ്യാർത്ഥിക്കാരിൽ എല്ലാവരിലും പ്രകടമാണ്. സലഫികൾക്കെന്ന് പറഞ്ഞാൽ ഇന്നൊന്ന് നാളെന്ന് ഒന്നും മാറ്റി പറയാനൊന്നുമില്ല. ഉസൂലുകളിൽ ഫറൈകളിൽ മസലകളിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ നവാദിലുകളൊക്കെ വരുമ്പോൾ ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും, ചില വിഷയങ്ങൾ തഖദീമും തഅഖീറൊക്കെ ചെയ്യും. അതല്ലാതെ അടിസ്ഥാന വിഷയങ്ങളിൽ ഒന്നിലും അവർക്ക് എന്തുണ്ടാവില്ല, ഒരു മാറ്റവും ഉണ്ടാവില്ല. പക്ഷേ വിദായത്തുകാരുടെ അടിസ്ഥാന സ്വഭാവമാണെന്ത്? തലവൂൻ എന്നുള്ളത്, നിറം മാറിക്കളിക്കുക. ഇത് ഈ പറയാൻ കാരണം എന്താ വെച്ചാല്, ഹദീസ് മൊത്തത്തിൽ തെളിവാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ആ ഒരു പടക്കം ചീറ്റിപ്പോയപ്പോ, ആ ഒരു ശ്രമം പാളിപ്പോയപ്പോ ഇവരിറക്കിയ അടുത്ത നമ്പറാണെന്ത്? അല്ലല്ല. ഹദീസുകളില് രണ്ട് തരമുണ്ട്, ഒരുപാട് തരങ്ങളുണ്ട്, വ്യത്യസ്ത രൂപങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കണം ഉസൂൽ ഹദീസ്. അതില് ഏറ്റവും പ്രധാനമായിട്ടും വേർതിരിയ രണ്ട് തരത്തിലാണ്, മുത്തവാത്തിറും ആഹാദും. മുത്തവാത്തിറും ആഹാദും.
മൊത്തത്തിൽ തള്ളാൻ കഴിയൂല, ഹദീസ് മൊത്തം നിഷേധിക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയപ്പോ അടുത്ത സ്റ്റെപ്പാണെന്ത്? മുത്തവാത്തിറല്ലാത്ത ഹദീസുകൾ എന്ത് ചെയ്യാൻ പറ്റൂല, സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതും നടക്കാണ്ടായപ്പോ എന്ത് പറഞ്ഞു? അഖീദയിൽ പറ്റൂല എന്ന് പറഞ്ഞു. ഫിഖ്ഹിലൊന്നും കുഴപ്പമില്ല, ഖബറുൽ ആഹാദൊന്നും കുഴപ്പമില്ല, സ്വഹീഹായ മതി, അല്ലെങ്കിൽ സ്വീകാര്യോഗ്യമായ മതി. പക്ഷേ അഖീദന്റെ വിഷയങ്ങളിൽ എന്തു പറ്റൂല, മുത്തവാത്തിർ തന്നെ വേണം എന്ന് പറയാൻ തുടങ്ങി. അടുത്ത സ്റ്റെപ്പ് വേറെ നിവൃത്തിയില്ല. കാരണം ഇങ്ങനെ പറഞ്ഞാൽ ആരും സ്വീകരിക്കുന്നില്ല മനസ്സിലായി. അവർക്ക് എന്താ ലക്ഷ്യം? ആളെ കൂട്ടാന്നുള്ളതാണ്. ഈ ഭിന്നിക്കുന്നവരെന്തിനു ഭിന്നിക്കുന്നത് അറിയോ? എന്തിനു ഭിന്നിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ലെ? നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല ഡിവൈഡ് ആൻഡ് റൂൾ എന്ന്. അതന്നെ എത്രേ ഉള്ളൂ. ഫർദിഖ് തസുദ്. ഫിർക്ക രണ്ട് ഭാഗങ്ങളാക്കിയാൽ നിനക്ക് ഒന്നിന്റെ എന്താവാം? നേതാവാകാം. അത്രേ ഉള്ളൂ. നേതാവാകുമ്പോ എന്ത് വേണം? അണികൾ വേണം. അണികൾ വേണമെന്ന് പറയുമ്പോൾ അണികൾ ഉണ്ടാവാൻ കുറച്ചുകൂടി ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള തോന്നിയാസങ്ങളായിരിക്കണം വിളിച്ചു പറയുന്നത്. അപ്പോ മൊത്തത്തിൽ കാടടച്ച് ഒരു ഹദീസും പറ്റൂല എന്ന് പറഞ്ഞാൽ ഒരാളും പുറകിലുണ്ടാവില്ല. വളരെ വിരൽ ചുരുങ്ങിയ ആളുകളല്ല. അപ്പോ കുറച്ചൊന്ന് വിദേഹത്തിൽ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുള്ള വിദേഹത്ത് കുറച്ചുകൂടി അങ്ങനെ മയം കുറച്ചിട്ടാണ് എന്ത് ചെയ്തത് അവര്? ഖബറുൽ ആഹാദ് പറ്റൂല. അതും മൊത്തത്തിലല്ല, ഫിഖ്ഹിലെടുക്കും. ഇപ്പൊ ഒളുവിന്റെ രൂപം അല്ലെങ്കിൽ തലതടവുന്ന രൂപം ഇങ്ങനെയുള്ള ഫിഖ്ഹിന്റെ വിഷയങ്ങളൊക്കെ നമ്മൾ എന്തെടുക്കും? ഖബറുൽ ആഹാദ് എടുക്കും. എന്ത് ഖബറുൽ ആഹാദ്? അത് പറഞ്ഞില്ല അല്ലെ? മുത്തവാത്തിർ എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുന്ന മുഹദ്ദിസ്, ഇമാം ബുഖാരിയോ മുസ്ലിമോ അങ്ങനെ ഏതെങ്കിലും ഒരു മുഹദ്ദിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ മുഹദ്ദിസിന്റെ ഇടയിൽ കുറച്ച് ഒരു പരമ്പര ഉണ്ടാവും. ഇതിനാണ് സനദ് എന്ന് പറയും. ആദ്യം സ്വഹാബി വെക്കും, സ്വഹാബിന് താബി വെക്കും, താബിയും താബി വെക്കും, അദ്ദേഹത്തെ അതേ ശിഷ്യൻ വെക്കും. ആ ശിഷ്യൻ എന്ത് ചെയ്യും? ഈ മുഹദ്ദിസ് വെക്കും. ഈ മുഹദ്ദിസ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഈ ചെയിനാണ് എന്ത് പറയാ? സനദ് എന്ന് പറയാം. ഈ സനദിൽ ഓരോ നമ്മൾ പറഞ്ഞു സ്വഹാബി എന്ന് പറയുന്ന ഒരു ഭാഗം, താബി എന്ന് പറയുന്ന ഒരു ഭാഗം, ഇങ്ങനെ ഓരോ തൊബക്ക എന്ന് പറയാം അറബിയിൽ ഉസൂൽ ഹദീസിൽ. ഈ ഓരോ തൊബക്കയിലും ഒരുപാട് ആളുകൾ, ഏറ്റവും മിനിമം ചില മുഹദ്ദിസുകൾ പറയുന്നത് 10ആണ്, ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് മിനിമം 10ആണ്. ഈ ഓരോന്നിനും 10 സ്വഹാബികൾ ഹദീസ് ഉദ്ധരിക്കുക, 10 പേര്. അവരിന്ന് ഏറ്റവും മിനിമം 10 താബികൾ ഉദ്ധരിക്കുക. അങ്ങനെ ഇങ്ങനെ വന്ന് ഈ മുഹദ്ദിസിന് കിട്ടുമ്പോൾ ആ മുഹദ്ദിസിന്റെ 10 ഷെയ്ഖുമാർ എന്ത് ചെയ്യുക? മുഹദ്ദിസിന് ആ ഹദീസ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആ ഹദീസ് എന്താണ്? മുത്തവാത്തിറാണ്. ആ ഹദീസ് മുത്തവാത്തിറാണ്. എങ്ങനെ? 10 ഞാൻ ഉദാഹരണത്തിൽ പറഞ്ഞാണ്. ഒരുപാട് ഇങ്ങനെ എന്താ പറയാ രൂപത്തില് ഒരുപാട് സ്വഹാബികൾ എന്ത് ചെയ്യാം ഇത് സനദിലൂടെ വന്നെത്തി കിട്ടുക, ഒരുപാട് സനദുകളിലൂടെ. അപ്പൊ ഇത് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, കളവാകാൻ ഒരു സാധ്യതയില്ല, കളവാകാൻ ഒരു സാധ്യതയില്ല. അങ്ങനത്തെ ഹദീസുകൾക്ക് മുത്തവാത്തിർ എന്ന് പറയും. ഇങ്ങനത്തെ അല്ലാത്ത ബാക്കിയുള്ള ഹദീസുകൾ മൊത്തം എന്താ? ആഹാദ, ഖബറുൽ ആഹാദ്, ഖബറുൽ ആഹാദാണ് നമ്മൾ ശരിക്കും പഠിക്കണത് ഈ വിഷയങ്ങൾ. ഇത് ഈ വിഷയങ്ങൾ നമ്മൾ വിചാരിക്കും ഇത് ലോകത്തിന്റെ ഏതൊക്കെയോ മൂലയിലേക്ക് ഉള്ളൂ എന്ന് വിചാരിക്കും. നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാല് ഒരു വലിയൊരു സ്റ്റേജില് ഒരു എന്താ പറയാ, എന്താ പറയേണ്ടെന്ന് അറിയില്ല അയാളൊക്കെ. അയാൾ പറയാണ് വലിയൊരു സ്റ്റേജിൽ വലിയ പണ്ഡിതനെ ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ മുന്നിലിരിക്കുന്ന ആമത്തിനാസിനോട് പറയാണ്, ഇങ്ങനെ ഖബറുൽ ആഹാദ് എടുക്കേണ്ടതില്ല എന്നുള്ളത് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണേ.
ഖബറുൽ അഹാദ് അഖീദയിൽ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതിൽ ഇജ്മാ ഉണ്ടത്രേ. ഖബറുൽ അഹാദ് അഖീദയിൽ എന്നുവെച്ചാൽ അവർ തെറ്റിദ്ധരിപ്പിക്കുന്ന ചെറിയ തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കണമെന്നല്ല, നേരെ തിരിക്കാം. ഖബറുൽ അഹാദ് സ്വീകരിക്കണം എന്നുള്ളതിലാണ് ഇജ്മാ ഉള്ളത്. അതിന് പകരം നേരെ തിരിച്ചിട്ട് എന്ത് ചെയ്യണം? ഖബറുൽ അഹാദ് സ്വീകരിക്കേണ്ടതില്ല, അഖീദയിൽ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതിൽ ഇജ്മാ ഉണ്ട് പോലും. ഇങ്ങനെ പറഞ്ഞാൽ ഏത് സാധാരണക്കാരാണ് ആ വിഷയത്തിൽ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ? ശ്രദ്ധിച്ചോ, ഉസൂൽ ഹദീസിലെ ഏറ്റവും അറിയപ്പെട്ടൊരു പണ്ഡിതനാണ് ഖത്തീബുൽ ബഗ്ദാദി. ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, അതിലേറ്റവും പ്രമുഖരായ ഒരു പണ്ഡിതനാണ് ഖത്തീബുൽ ബഗ്ദാദി. ഉസൂൽ ഹദീസ് പഠിച്ച ഒരാൾ ഖത്തീബുൽ ബഗ്ദാദിന്റെ കിതാബ് വായിക്കാതിരിക്കാൻ പറ്റൂല. അത്രയും എന്നുവെച്ചാൽ എന്താണ് അത് വിശദീകരിച്ചത് വേറൊരു വിഷയമാണ്. ഉസൂൽ ഹദീസിന്റെ ഏറ്റവും അതിലേറ്റവും ഉംദ എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഗ്രന്ഥവും ഇബ്നു സലാഹിന്റെ മുഖദ്ദിമ. ഈ മുഖദ്ദിമ എന്ന് പറയുന്നത് ഈ ഖത്തീബുൽ ബഗ്ദാദിന്റെ കിതാബുകളുടെ ഖുലാസയാണ്. അവിടെ നിന്ന് ആ കിതാബ് ഈ കിതാബ് ഇതൊക്കെ എടുത്തെടുത്ത് ഇബ്നു സലാഹ് ഖത്തീബുൽ ബഗ്ദാദിന്റെ കിതാബുകളൊക്കെ ജമ ചെയ്തിട്ട് അതിനൊക്കെ ഖുലാസയാക്കി ഒരു കിതാബാക്കിയിട്ടാണ് എന്ത് ഈ ഉസൂൽ ഹദീസിന്റെ അടിസ്ഥാനം. ആ ഗ്രന്ഥമാണ് ഉസൂൽ ഹദീസിന്റെ ഉംദ, അവലംബം. ആ ഖത്തീബുൽ ബഗ്ദാദി പറയാം എന്തിങ്ങനെ അദ്ദേഹത്തിന്റെ കിഫായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ്, വഅലൽ അമലി ബിഖബരിൽ വാഹിദി കാന കാഫത്തു താബിഈന വമൻ ബഅദഹും മിനൽ ഫുഖഹാഇൽ ഖാലിഫീന ഫീ സായിരി അംസാലിൽ മുസ്ലിമീൻ. ഖബറുൽ വാഹിദ് കൊണ്ട് അമൽ ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ളതിൽ ആ ഒരു നിലപാടിലായിരുന്നു ആരൊക്കെ? കാഫത്തു താബിഈങ്ങളിൽ എല്ലാവരും. വമൻ ബഅദഹും മിനൽ ഫുഖഹാ, അവർക്ക് ശേഷമുള്ള ഫുഖഹാക്കൾ അൽ ഖാലിഫീൻ പിൽക്കാലഘട്ടക്കാരിൽ ഈ സായിരി അംസാലിൽ മുസ്ലിമീൻ, എല്ലാ നാട്ടിലെ മുസ്ലിമീങ്ങളുടെ എല്ലാ നാടുകളിലെ എല്ലാ ഫുഖഹാക്കളും താബീങ്ങളുടെ കാലം മുതൽ പിന്നീട് ഇങ്ങോട്ട് എല്ലാ മുസ്ലിം നാടുകളിലെ എല്ലാ ഫുഖഹാക്കൾക്കും ഈ ഒരു നിലപാടല്ലാതെ ഉണ്ടായിരുന്നില്ല എന്ന് ആര് പറയാണ്? ഖത്തീബുൽ ബഗ്ദാദി. എന്ന് വെച്ചാൽ എന്താ? ഇജ്മാ. എന്തിൽ? ഖബറുൽ വാഹിദ് കൊണ്ട് അവരാക്കണം, നിർബന്ധം സ്വഹീഹാണെങ്കിൽ. മുത്തവാത്തിർ അല്ലാത്തത് ഖബറുൽ വാഹിദ്. നമ്മൾ വിശദീകരണം ഉസൂൽ ഹദീസിൽ പഠിക്കാം ഇൻഷാ അല്ലാഹ്. മുത്തവാത്തിർ എന്താന്ന് പറയുമ്പോണ്ടായിരുന്നില്ല അല്ലേ? പുറത്താക്കേണ്ടി വരും. മുത്തവാത്തിർ എന്ന് പറഞ്ഞാല് വെറുതെ പറയുന്ന കേട്ടോ. മുത്തവാത്തിർ എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞു, അതായത് ഈ സനദിന്റെ ഓരോ തട്ടുകൾ, സഹാബി, താബി, തബ താബി, ഇങ്ങനെ ഓരോ തട്ടുകൾ, ഓരോ തട്ടുകളിലും ഒരുപാട് ആളുകൾ. ഇപ്പൊ കുറെ സഹാബിമാർ ഉദ്ധരിക്കുക, 10, 20, 30. അവരിന്ന് ഒരു 10, 50 സ്ഥാപിയങ്ങൾ എന്ത് ചെയ്യുക? ആ ഹദീസ് അവരിന്ന് കേട്ടിട്ട് താഴെയുള്ള തബ താബികൾക്ക് ഉദ്ധരിക്കുക. അവരിന്ന് ഒരു 10, 100 പേര്. അങ്ങനെ ഈ മുഹദ്ദിസിന് എന്ത് ചെയ്യാൻ? കുറെ വഴികളിലൂടെ, 10, 20 വഴികളിലൂടെ ഈ ഹദീസ് മണത്തി കിട്ടുക. ഈ മുഹദ്ദിസിന് ഒരിക്കലും, അല്ലെങ്കിൽ സനദ് കാണുന്ന ഒരാൾക്കും എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഒരു സംശയത്തിന് നിൽക്കില്ല, ഉറപ്പിച്ചു പറയാൻ പറ്റും സ്വഹിയാണ്. ഒന്ന് പഠിക്കേണ്ട സനദിനെ പറ്റി, ഈ റാവി സ്വഹി നല്ല റാവിയാണോ സിഖത്ത്, അങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമേ വരില്ല മുത്തവാത്തിറിൽ. ജസ്റ്റ് ആ സനദം നോക്കിയാൽ അത് സ്വഹിയാണ് എന്ന് പറയാൻ പറ്റും. അങ്ങനത്തെ ഹദീസുകളാണ് എന്ത്? മുത്തവാത്തിർ. നിർബന്ധമില്ല, ഒരേ സനദ് കൊണ്ട് തന്നെ കുറെ ഉദ്ധരിക്കാലോ. അത് വേറെ വരാം, ചർച്ച പിന്നെ വരാം. അത് ഉസൂൽ ഹദീസിന്റെ വിഷയം. അത് നിർബന്ധമില്ല കേട്ടോ, അത് നമ്മൾ പിന്നീട് പഠിക്കാൻ ഇൻഷാഅല്ലാഹ്. അങ്ങനെയുള്ള ഹദീസുകളാണ് മുത്തവാത്തിർ. ഈ രൂപത്തിലല്ലാത്ത ഹദീസുകളുണ്ടല്ലോ, അത് മൊത്തം എന്തിൽ പെടും? ഖബറുൽ അഹാദിൽ പെടും. പക്ഷെ മുത്തവാത്തിർക്ക് കുറച്ച് ശുറൂത്തുകളുണ്ട്. ആ ശുറൂത്തുകൾ ഒക്കാത്തതൊക്കെ ഖബറുൽ വാഹിദ് പെടും. ഇപ്പൊ തുടക്കത്തിൽ മനസ്സിലാൻ വേണ്ടി പറയണം, ശരിക്കും ഇങ്ങനെയല്ല. ശുറൂത്തുകൾ പറയണം, അതുപോലെ തന്നെ ഖബറുൽ വാഹിദിന്റെ കിസ്മുകളൊക്കെ പറയണം. അതൊക്കെ ഉസൂൽ ഹദീസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാം. എഴുതി വെച്ചോ, അടുത്ത് പഠിക്കേണ്ട വിഷയം. അന്ന് നമ്മൾ പറഞ്ഞ വിഷയം ഏതാ? ഇമാം ഷാഫിയുടെ തർജുമ പറഞ്ഞപ്പോ ഉസൂൽ ഫിഖ് ആണ്. അത് കഴിഞ്ഞിട്ട് പഠിക്കേണ്ട വിഷയമാണ് ഏത്?
ഉസൂൽ ഹദീസാണ്. നഹുവിനെ നമ്മൾ പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നഹു പറയാത്തത്. ഇതൊക്കെ എഴുതി വെച്ചോ, അതൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. കാരണം മൻഹജ് എന്ന് പറയുന്നത് നമുക്ക് ഇതൊന്നും പഠിക്കാതെ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോവാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, മറ്റൊരാളെ മൻഹജിലേക്ക് ദഅവത്ത് ചെയ്യാൻ പറ്റൂല. നമ്മൾ സ്വയം ഒരു കാര്യം വിശ്വസിക്കുന്ന പോലെ മറ്റൊരാൾക്കത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് എന്ത് വേണം? ഈ വിഷയങ്ങളിൽ അവഗാഹം വേണം. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? ഇജ്മാ ഉള്ള വിഷയം. ഇത് ഇജ്മാ ഉള്ള വിഷയം. ഈ ഇജ്മാഇനെ അറിയിക്കുന്ന വളരെ സിമ്പിളായിട്ടൊരു അടയാളം. കുറെ കാര്യങ്ങൾ കിട്ടും, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഓരോന്നിലും ഒരുപാട് തെളിവുകളുണ്ട്. ഏറ്റവും എളുപ്പമുള്ള തെളിവുകൾ മാത്രം ഞാൻ സെലക്ട് ചെയ്ത് പറയാം. അതല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തു എന്റെ അറിവിന്റെ പരിധി വെച്ചിട്ട്. ഏറ്റവും നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, സലഫുകൾക്കിടയിൽ, അതായത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിനൊക്കെ ശേഷം, ആ ഒരു ഇമാം ഖത്തീബുൽ ബഗ്ദാദിന്റെയൊക്കെ കാലഘട്ടത്തിൽ ഈ ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള വിഷയമാണെന്ത്? ഇമാം ബുഖാരിയിൽ സനദോടുകൂടി കൊടുക്കുന്ന എല്ലാ ഹദീസുകളും സ്വഹീഹാണുള്ളത്. ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള വിഷയം, അവർക്കതിൽ തർക്കമില്ല. ഇമാം ബുഖാരിന്റെ ഹദീസാണോ, ഇമാം ബുഖാരി അതിന് സനദോട് കൊടുക്കാത്ത റിവായത്തുണ്ട്, അതിനെപ്പറ്റിയല്ല ചർച്ച. സനദോട് കൂടിയിട്ടല്ലാതെ കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇമാം ബുഖാരിന്റെ ഉസൂൽ ഹദീസിൽ പഠിക്കും. ഇമാം ബുഖാരിന്റെ മനഹജ്, ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അതൊന്നുമല്ല ചർച്ച. സനദോട് കൂടിയിട്ട് ഇമാം ബുഖാരി മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ സനദോട് കൂടിയിട്ട്, പൂർണ്ണമായ സനദോട് കൂടി ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്വഹീഹാണെന്നുള്ളതിൽ അഹ്ലുൽ ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. ഒരാൾക്ക് തർക്കമില്ല ഇന്ന് വരെ, ഒരാൾക്ക് തർക്കമില്ല. ഇതെന്താ പറയാൻ കാരണം എന്താ അറിയോ? ഈ നമ്മൾ പറയാൻ പോകുന്ന ഉദാഹരണം ഇമാം സ്വഹീഹുൽ ബുഖാരി ബന്ധപ്പെട്ടാണ്. അല്ല, ശ്രദ്ധിച്ചോ, അത് ഇമാം ബുഖാരി എന്ന് പറഞ്ഞാൽ വെറും കേവലം ഒരു മുഹദ്ദിസല്ല. അത് എന്തെല്ലാമൊക്കെയാണ്, മുഫസ്സിറാണ്, ഫഖീഹാണ്, ഉസൂലിയാണ്. സുബ്ഹാനല്ലാഹ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഒന്നാമത്തെ ഹദീസും അവസാനത്തെ ഹദീസും ഖബറുൽ വാഹിദാണ്, മുതവാത്തിറല്ല. അത് മനഃപൂർവ്വം അങ്ങനെ തന്നെ കൊടുത്താണ്. ഇമാം ബുഖാരി ഓരോ ഹദീസ് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വെച്ചല്ല. അത് ബുഖാരി പഠിക്കണം എന്ന് പറയുന്നത് വെറുതെ പറയല്ല. ഇമാം ബുഖാരി ശരിക്കും അത് അദ്ദേഹം ഉദ്ദേശിച്ച ഓരോ അർത്ഥങ്ങളോട് പഠിച്ചു കഴിഞ്ഞുണ്ടല്ലോ, അത് മാത്രം മതി നമ്മൾ എന്താവാൻ, വലിയൊരു ഫഖീഹും ഉസൂലിയൊക്കെ ആവാൻ. ആ ഒറ്റ ഗ്രന്ഥം മതി, അങ്ങനത്തെ ഒരു ഗ്രന്ഥമാണ്. അപ്പൊ അത് പോട്ടെ. അപ്പൊ ഈ തുടക്കത്തിലെ ഹദീസ് ഏതാ ഹദീസ് അറിയോ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നത് ഒരേ ഒരു സഹാബിയാണ്. അവിടെ തന്നെ മുത്തവാത്തിർ പൊളിഞ്ഞു. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ 1 പറ്റൂല, 2 പറ്റൂല, 3 പറ്റൂല, 4 പറ്റൂല. നമ്മൾ നേരത്തെ പറഞ്ഞു, ജുംഹൂറായ പണ്ഡിതന്മാർ പറയുന്ന ഏറ്റവും മിനിമം 10 വേണം, മിനിമം ആണ്. അവിടെ തന്നെ മുത്തവാത്തിർ പൊളിഞ്ഞു, മുത്തവാത്തിർ ഷർത്ത് പോയി. പിന്നെ ഉമർന്ന് ഉദ്ധരിക്കുന്ന താബിയോ സഹാബികൾ പറഞ്ഞത് നമുക്കറിയത്ത് നുണയല്ലാതെ പറയൂല, അവർ ഉദൂലുകളാണ്. അത് വേറൊരു വിഷയം വരുന്നുണ്ട്, വേറൊരു അസലായിട്ട് വരുന്നുണ്ട്. താബിയങ്ങളിലും ഒരേ ഒരാളാണ്, അൽഖമത്ത് ബിൻ വഖാസ് അൽ-ലൈസി. അദ്ദേഹത്തിൽ നിന്ന് ഒരേ ഒരാളാണ്. അങ്ങനെ യഹ്യ ഇബ്നു സഈദ് അൽ-അൻസാരി വരെ ഒരു 3-4 തബഖ വരെ ഓരോ വ്യക്തികളാണ്, ഓരോരുത്തരും. വേറെ ആരും എന്ത് ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല. അവസാനത്തെ ഹദീസ് ഏതാ? ഹൈവ വറക്കല്ല കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ
സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മാത്രം ഉദ്ധരിക്കും, വേറെ ഒരു സഹാബി ഉദ്ധരിക്കും. അവിടെ തന്നെ പോയി, അവിടെ തന്നെ എന്തായി, ഇവർ പോയി. അവർക്ക് ഒരു നിലയ്ക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിച്ച്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ എന്ത് ചെയ്യുന്നു, പല ആളുകളും സ്വഹീഹ് ബുഖാരി മുഴുവൻ അംഗീകരിക്കുന്നത് സിയോണിസം ആണെന്ന് പച്ചയ്ക്ക് പറയുന്നത്. അവർക്കത് പറയാതെ നിലനിൽപ്പില്ല. അവർക്ക് അവരുടെ വിദേഹത്വമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂല. ഒരു നിവൃത്തിയിട്ട് പറയാം. അവർക്ക് സ്വഹീഹ് ബുഖാരിന്റെ വില അറിയാനിട്ടല്ല, അവർക്ക് പറയാതെ വേറെ നിവൃത്തിയില്ല. കാരണം സ്വഹീഹ് ബുഖാരി തുടങ്ങുന്നതും ഖബർ വാഹിദ്, അവസാനിക്കുന്നതും ഖബർ വാഹിദ്. ഇർഹമുക്കല്ലാഹ്. അവർക്കത് പറയാതെ യാതൊരു നിർവാഹമില്ല. അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അല്ലാതെ ഇപ്പൊ മുസ്ലിമായ ഏതെങ്കിലും ഒരാൾക്ക് സ്വഹീഹ് ബുഖാരിന്റെ സ്ഥാനം അറിയാതിരിക്കും? ആർക്കും അറിയാതിരിക്കില്ല. അത് പറയാതെ അവർക്ക് അവരുടെ വിദേഹത്തിൽ നിലനിർത്താൻ പറ്റൂല. കാരണം സ്വഹീഹ് ബുഖാരി മുഴുവൻ അംഗീകരിക്കുന്നു പറയുമ്പോൾ ഈ ആദ്യം വരുന്നതും അവസാനം വരുന്നതും ഇടയിൽ ഒരുപാടെണ്ണമുണ്ട് ഖബറുൽ വാഹിദ്. ഇതൊക്കെ അംഗീകരിക്കേണ്ടി വരും. അത് അവരുടെ വിദേഹത്തിനെതിരാണ്. അതവരുടെ വിദേഹത്തിനെതിരാണ്. അപ്പോ ഖബറുൽ വാഹിദ് നമ്മൾ നേരത്തെ പറഞ്ഞ മസല എന്താ? ഒന്നാമത് പറഞ്ഞ മസല ഹുജ്ജിയത്ത് സുന്ന, സുന്നത്ത് മൊത്തത്തിലാണ്, അത് ഹുജ്ജത്താണ്. ഇപ്പൊ പറയുന്ന മസല എന്താ? ഹുജ്ജിയത്തു ഖബറുൽ വാഹിദ്, ഹുജ്ജിയത്തു ഖബറുൽ വാഹിദ്. ഖബറുൽ വാഹിദ് ഹുജ്ജത്താണ്, ഖബറുൽ വാഹിദ് ഹുജ്ജത്താണ്. തുടക്കം അപ്പോ ഇത്രയും വ്യക്തമല്ലേ? ഖുറാന്റെ വിഷയത്തിൽ പിന്നെ അധികം ആർക്കും ചർച്ചയില്ല. ഇത്തിസാബുൽ കിതാബ് സുന്നത്തിന്റെ വിഷയത്തിൽ ഈ വിദ്യാർത്ഥികാരിങ്ങനെ തശ്വീഷാക്കുന്ന വിഷയങ്ങളാണ് എന്ത്? ഒന്നാമത്തത് സുന്നത്ത് മൊത്തത്തിൽ ഹുജ്ജത്തല്ല എന്ന് പറയും. അത് വലിയ ക്ലച്ച് പിടിക്കാതായപ്പോ എന്ത് ചെയ്യും? അവര് പറയുന്നതാണ് എന്ത്? ഖബറുൽ വാഹിദ് ഹുജ്ജത്തല്ല. എന്തിൽ? അഖീദയിൽ ഹുജ്ജത്തല്ല എന്ന് പറയാം. അതെന്തിനാ പറയുന്ന അറിയാം? അവരുടെ വേറെ പല ഉസൂലുകളുണ്ട്. അതിനെ ഒക്കെ എതിരാവുന്ന മിക്ക ഹദീസുകളും ഖബറുൽ വാഹിദാണ്. സ്വഹീഹാണ്, വ്യക്തമാണ്. പക്ഷെ ഖബറുൽ വാഹിദ് മുത്തവാത്തിറല്ല. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഒരു കൈ നോക്കിയതാണ് എന്ത്? അവസാനത്തെ അടവായിട്ട് പറ്റി നോക്കിയതാണ്. അപ്പൊ ഖബറുൽ വാഹിദ് ഹുജ്ജത്തെല്ലാം സ്ഥാപിച്ചാൽ ഈ ഹദീസുകളൊന്നും അവർക്ക് എന്ത് ചെയ്യണ്ട, അംഗീകരിക്കേണ്ട കാര്യമില്ല. ഏതുപോലെ? അള്ളാഹുവിന്റെ സിഫത്തുകൾ പറയുന്ന ഹദീസുകൾ പോലെ. അള്ളാഹുവിന്റെ സിഫത്തുകൾ പറയുന്ന ഹദീസുകൾ പോലെ. അതിൽ മിക്ക ഹദീസുകളും ഖബറുൽ വാഹിദാണ്. മിക്ക ഹദീസുകളും ഖബറുൽ വാഹിദാണ്. ഇത് ഖബറുൽ വാഹിദ് ഹുജ്ജത്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അവർക്ക് അംഗീകരിക്കേണ്ട. ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ആ ഒരു എളുപ്പം മുന്നിൽ കണ്ടിട്ടാണ്. പക്ഷെ അത് ബാത്തിലാണ്. നമുക്കറിയാം, ദീനെന്ന് പറഞ്ഞാൽ എന്താ പറയാ, വഴി കൂടെ പോകുന്നവനും കണ്ടവനും തോന്നുന്നവനൊക്കെ തോന്നിയതുപോലെ പറയാനും വിശദീകരിക്കാനും അവർ ശ്രമിച്ചാലും അവരെക്കൊണ്ട് പറ്റൂല. അപ്പൊ ഈ അത് പോട്ടെ, അതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നീട് കിടക്കാം. ഇനി വിഷയത്തിന്റെ രണ്ടാമത്തെ ഭാഗം, ഇഹ്തിസാം വേണമെന്ന് പറഞ്ഞു. ഖുർആനും സുന്നത്തും ഒരുപോലെ രണ്ടും വേണം, രണ്ടും വഹിയാണ്, രണ്ടും വേണമെന്ന് പറഞ്ഞു. എങ്ങനെ വേണം? അടുത്ത ഭാഗം. അതിലൊരുപാട് അടുത്ത് വരുന്ന ഫുറൂകൾ നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഫുറൂകളാണ് താഴെയുള്ളതൊക്കെ, 12 എന്നാലും ഒരു മൊത്തത്തിലൊരു ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പോവാം. എങ്ങനെയാണ് ഇഹ്തിസാം വേണ്ടത്? അതിന് ഏറ്റവും നല്ല, അതിനറിയിക്കുന്ന ഏറ്റവും നല്ല കാര്യം എന്നുള്ളത്, നമ്മളെങ്ങനെ പരിചയപ്പെടുത്താം? മുസ്ലിമാണ്, അല്ലെങ്കിൽ നമ്മുടെ ദീന് ഇസ്ലാമാണ്. അതാണ് അതിന്റെ ഏറ്റവും. ഈ ഇഹ്തിസാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തം ഇസ്ലാം.
എന്ത് ഇസ്ലാം? അതാണ് പലർക്കും അറിയാത്തത്. ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ ശാന്തിയാണ്, സമാധാനമാണ്. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്തിസ്ലാമാണ്, തസ്ലീം വളർത്താൻ, കീഴൊതുങ്ങാം. നമ്മളെന്ത് ചെയ്യണ്ട? റബ്ബൊരു കാര്യം കിതാബിൽ പറയും, നമ്മളിങ്ങനെ അതിനെതിരെ നിന്നിട്ട് നമ്മൾ നിൽക്കണ്ട. അതല്ലേ മുസ്ലിം? അങ്ങനെ നിൽക്കുന്ന മുസ്ലിം അല്ല. റബ്ബൊരു കാര്യം പറയുമ്പോൾ നമ്മൾ എന്ത്? സമീഅന വഅതഅന. അതാണ് മുസ്ലിം, അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം. ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ കീഴൊതുങ്ങലാണ്. കേട്ടു, അനുസരിച്ചു, അതാണ് ഇസ്ലാം കൊണ്ട് അർത്ഥാക്കുന്നത്. അതാണ് ഇവിടെയും നമുക്ക് ഖുർആനും സുന്നത്തിലും അതന്നെ വേണ്ടത്. ഖുർആനും സുന്നത്തിലും അതന്നെ വേണ്ടത്. ഖുർആനെന്നും സുന്നത്തെന്നും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് വന്നെത്തി കിട്ടിക്കഴിഞ്ഞാൽ കീഴൊതുങ്ങണം, നിർബന്ധമാണ്. ഖുർആനാണെങ്കിൽ അതിന്റെ സ്വഹീഹും ദഈഫൊന്നും പരിശോധിക്കണ്ട. ഹദീസാണെങ്കിൽ സ്വഹീഹാണെന്ന് പരിശോധിച്ചിട്ട് സ്വഹീഹാണെങ്കിൽ നമ്മൾ എന്ത്? കീഴൊതുങ്ങാൻ ബാധ്യസ്ഥരാണ്. സെക്കൻഡല്ല, തേർഡ്. ആദ്യം ഹുജ്ജിയത്ത് സുന്ന, പിന്നെ ഹുജ്ജിയത്ത് ഖബറുൽ വാഹിദ്, പിന്നെ കൈഫിയത്തുൽ ഇഅ്തിസാം. കൈഫിയത്തുൽ ഇഅ്തിസാം, എങ്ങനെയാണ് ഇഅ്തിസാം ചെയ്യേണ്ടത്? അതിൽ ഇത്രേ ഉള്ളൂ, തസ്ലീം. ഇത്രേ ഉള്ളൂ, തസ്ലീം. ഇഅ്തിസാം ചെയ്യേണ്ടതിന്റെ കൈഫിയത്ത് എന്താ? തസ്ലീം ചെയ്യുക, ഇത്രേ ഉള്ളൂ. ഇമാം സുഹരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അലല്ലാഹി അർ-റിസാല വഅല റസൂൽ അൽ-ബലാഗ് വഅലൈന അത്ത്-തസ്ലീം. ഇത് ഓരോ മുസ്ലിമും പഠിച്ചിരിക്കേണ്ട ഒരു വാക്കാണ്. ഓരോ മുസ്ലിമും പഠിച്ചിരിക്കേണ്ട വാക്കാണ്. നമുക്ക് ഇത്രേ ബാധ്യതയുള്ളൂ മുസ്ലിമീങ്ങളെ, അയ്യുഹൽ മുസ്ലിമൂൻ, നമുക്ക് ഇത്രേ ബാധ്യതയുള്ളൂ. വല്ലാണ്ട് ഇടങ്ങാറാവണ്ട. റബ്ബ് നമ്മളെ വേറൊന്നും ഏൽപ്പിച്ചിട്ടില്ല. എന്താ ഇമാം സുഹരി റഹിമഹുല്ലാഹ് പറയുന്നത്? അലല്ലാഹി അർ-റിസാല, റിസാലത്ത് എത്തിക്കുക, റസൂലിനെ അയക്കുക എന്നുള്ളത് റബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്? അവന്റെ ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്. അത് റബ്ബ് എത്തിക്കും. നമ്മൾക്ക് എത്തിയിട്ടുണ്ട്, അത് റബ്ബ് എത്തിക്കും. അത് റബ്ബ് സ്വയം ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെയോ വഅല റസൂൽ അൽ ബലാഗ്, ഈ റിസാലത്ത് ആരിലാണോ അയക്കുന്നത് ആ റസൂലിന്റെ ബാധ്യതയാണ് എന്ത്? ഇത് എല്ലാവരിലേക്ക് എത്തിക്കാനുള്ളത്, ജനങ്ങളുടെ മൊത്തം പ്രചരിപ്പിക്കാനുള്ളത്. അത് റസൂൽ ചെയ്തിട്ടുണ്ട്. റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കാര്യം എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹ് പറയണമെന്ന് പറഞ്ഞ ഒരു കാര്യം റസൂല് പറയാതിരുന്നിട്ടില്ല, ഒരു കാര്യം പോലും. അത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ആയിഷ റളിയല്ലാഹു അൻഹ പറയാട്ടോ, എന്റെ വാക്കല്ല, അവര് പറയാണ്, ബുഖാരിയിലുള്ള ഹദീസാണ്. അങ്ങനെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതിരിക്കുമായിരുന്നെങ്കിൽ ഏത് സംഭവം പറയാതിരിക്കാന്നറിയോ? അയ്വാ ബറക്കല്ലാഹ്. സെയ്ദ് റളിയല്ലാഹു അൻഹു, തന്റെ മകനായിട്ട് ആളുകൾ വിളിച്ചിരുന്ന മൗലയായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, ആ ഭാര്യയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സ്ഥാനവും ഇൽമും അതുപോലെ തന്നെ ദീനിന്റെ മഹത്വമൊക്കെ കാരണം വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നാട്ടുകാരെന്ത് ചെയ്യും? അവര് സ്വന്തം മകനായിട്ടായിരുന്നല്ലോ ആളുകൾ കണ്ടിരുന്നത്. അങ്ങനെ അവരെന്ത് കരുതും എന്ന് വിചാരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? ആ വിവാഹാലോചനയായിട്ട് മുന്നോട്ട് പോയില്ല. അള്ളാഹു എന്ത് ചെയ്തു? ആകാശത്ത് വഹി ഇറക്കി, സൗവജനാക്കഹ, നാം എന്ത് ചെയ്തു? നിനക്ക് അവളെ വിവാഹം ചെയ്ത് തന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു എന്ത് ചെയ്തു? ഏഴാകാശത്ത് മുകളിൽ നിന്ന് വിവാഹം ചെയ്തു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും ഒരു കാര്യം മറച്ചു വെക്കുമായിരുന്നെങ്കിൽ ആ ഒരു വിവാഹത്തിന്റെ വിഷയം ആയത്ത് മറച്ചു വെച്ച്. ഒന്നും മറച്ചു വെച്ചിട്ടില്ല, ഒരു തരി പോലും മറച്ചു വെച്ചിട്ടില്ല. എല്ലാം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അറിയിച്ചു തന്നിട്ടുണ്ട്. റസൂലിന്റെ ബാധ്യത കഴിഞ്ഞു. നമ്മുടെ ബാധ്യത എന്താ? മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കുക, വഅലൈന അത്ത്-തസ്ലീം, കീഴൊതുങ്ങാം. നമ്മള് കീഴൊതുങ്ങുക. എങ്ങനെ കീഴൊതുങ്ങുന്നുണ്ട്? 4 പോയിന്റുകളാണ്. 4 പോയിന്റുകളാണ്. ഈ 4 എണ്ണവും പാലിച്ചവൻ അവൻ കീഴൊതുങ്ങിയവനാണ്.
ഈ 4 ഏതെങ്കിലും ഒന്ന് വിട്ടുകളഞ്ഞവൻ അവൻ റസൂലിന് കീഴൊതുങ്ങിയവനല്ല. എന്താണ് 4 പോയിന്റുകൾ? ഒന്നാമത്തെ പോയിന്റ് തസ്ദീഖുഹു ഫീമാ അഖ്ബർ. തസ്ദീഖുഹു ഫീമാ അഖ്ബർ. റസൂൽ ഒരു കാര്യം അറിയിച്ചു തന്നാൽ അത് സത്യപ്പെടുത്തുക, സത്യമാണെന്ന് വിശ്വസിക്കണം. നമുക്കൊരു ഹദീസ് വന്നിട്ട് കിട്ടുക, സ്വഹീഹാണെന്ന് മനസ്സിലാവും. പിന്നെ അത് അങ്ങനെ ആവോ, ഇങ്ങനെ ആവോ, ശരിയാവോ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഒരു മുസ്ലിമിന്. അല്ലെ? ആ വിഷയത്തിൽ ഏറ്റവും വ്യക്തമായ തെളിവാണെന്ത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് കിട്ടുന്ന ഒരു സംഭവമുണ്ട്. അത് ഓരോ മുസ്ലിമിന്റെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ട നിലപാട് അങ്ങനെയാണ്. അതായിരിക്കണം ഒരു മുസ്ലിം. ഇസ്രാ മിഅ്റാജ് എന്നുള്ള ആ വലിയൊരു സംഭവത്തിന് ശേഷം, ഒരു വിശദാംശങ്ങൾക്ക് നിങ്ങൾക്കറിയാം, അതിന് സമയമില്ല. ആ ഒരു സംഭവം കഴിഞ്ഞ് അന്നത്തെ കാലത്ത് അത് ചിന്തിക്കും. ഇന്നത്തെ കാലത്ത് പിന്നെ സൂപ്പർ സോണിക് ഒരുപാട് സംവിധാനങ്ങൾക്കുള്ളതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് വലിയ ഒരു പ്രയാസം തോന്നില്ല ചിന്തിക്കാനും കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനും. അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. എത്താൻ മാത്രം 2 മാസം, തിരിച്ചു വരാൻ വീണ്ടും 2 മാസം. ഈ ഒരു ദൂരാണ് രാത്രിയുടെ ചെറിയൊരു ഭാഗം കൊണ്ട് പോയി. ആ പോയി വരെ മാത്രമല്ല, അവിടെ നിന്ന് 7 ആകാശത്തേക്ക് എന്ത് ചെയ്തു, കയറി പോവുകയും ചെയ്ത ഒരു സംഭവം. ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു വലിയ കാര്യമായിരുന്നു. വൈൻഖാനത്തിലെ കബീറത്തൻ ഇല്ലാലല്ലദീന ഹദല്ലാഹ് എന്ന് പറഞ്ഞു. അള്ളാഹ് ഹിദായത്ത് കൊടുത്ത ആളുകൾക്ക് ഒഴികെ ബാക്കിയുള്ളവർക്കൊക്കെ അത് വലിയ എന്തോ ഒരു കാര്യമാണ്. എല്ലാ ഹദീസുകളും അങ്ങനെ തന്നെ. അള്ളാഹ് ഹിദായത്ത് കൊടുക്കാത്ത ആളുകൾക്കൊക്കെ അത് വലിയ മലമറിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ പിറ്റേ ദിവസം ഈ വാർത്ത മക്കയിൽ പ്രചരിക്കുമ്പോൾ അവിടുത്തെ മുശ്രിക്കുകൾ ഇത് പരിഹസിക്കാനുള്ളൊരു വഴി മാർഗമാക്കി ഇങ്ങനെ പരിഹാസം കൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ വാർത്തയൊന്നും അറിയാതെ എവിടെന്നോ മക്കയിലേക്ക് മടങ്ങി വരാം. ഇത് കണ്ടപ്പോൾ നേരെ അബൂബക്കറുടെ അടുക്കലേക്ക് പോയിട്ട് എന്ത് ചെയ്യണം? അവര് പറയാണ്, അബൂബക്കറെ, നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് എന്തൊക്കെയാ പറഞ്ഞത് നീ അറിഞ്ഞോ? ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ബൈത്തുൽ മഖ്ദിസ് പോയി തിരിച്ചു വന്നത്ര, അവിടെ 7 ആകാശത്തേക്ക് കയറിപ്പോയത്ര, ഇങ്ങനെയൊക്കെയാണ് നിന്റെ കൂട്ടുകാരൻ പറയുന്നത്. എന്താ അവസ്ഥ? പരിഹസിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും നല്ലൊരു പ്രതികരണം, പോസിറ്റീവായിട്ടുള്ള പ്രതികരണം കിട്ടുന്ന പ്രതീക്ഷിക്കാണ് പറയുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞതറിയോ? ഇൻകാന ഖദ് ഖാലഹു ഫഖദ് സദഖ. മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിലേ സത്യമാണ്. അത്രേ ഉള്ളൂ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്രേ പാടുള്ളൂ. നമുക്കിത് അന്വേഷിക്കാൻ പറ്റുള്ളൂ. മുഹമ്മദ് അത് പറഞ്ഞിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? അത് ഖുർആന്റെ ആയത്തുകളായിട്ടാണ്, ഹദീസുകളായിട്ടും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. വേറൊരു വിഷയം അവിടെ വരുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ മൂന്നാമത്തെ നമുക്ക് എപ്പോഴും കേൾക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ കൽപ്പനകളിൽ അദ്ദേഹത്തെ അനുസരിക്കുക. മൂന്നാമത്തത് അദ്ദേഹത്തിന്റെ വിലക്കുകളിൽ നമ്മൾ എന്ത് ചെയ്യുക? വിലക്കിയ കാര്യം നമ്മൾ വിട്ടു നിൽക്കുക. നാലാമത്തെ കാര്യം പിന്നീട് വിശദമായിട്ട് വരുന്നുണ്ട്. അദ്ദേഹം പഠിപ്പിച്ചെന്ന രൂപത്തിൽ മാത്രം എന്ത് ചെയ്യും? ഇബാദത്ത് ചെയ്യുക. വേറെ രൂപത്തിൽ നമ്മൾക്ക് തോന്നിയൊന്നും ചെയ്യണ്ട. അത് ചെയ്തിട്ട് കാര്യമില്ല. റസൂൽ എങ്ങനെ ഇബാദത്ത് ചെയ്ത് കാണിച്ചെന്നോ അങ്ങനെ ചെയ്താൽ മതി. എളുപ്പാന്നേ. എന്തിനു കഷ്ടപ്പെടുന്നു? നമ്മുടെ ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല. അതിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ കാന അദ്ദീനു ബിർറഅയി ലകാന അഅലൽ ഖുഫൈനി ഔലാ ബിൽ മസ്ഹി മിൻ അസ്ഫലിഹി. എന്താ പറഞ്ഞ? ദീൻ എന്നുള്ളത് ബുദ്ധിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എങ്ങനെയാകുമായിരുന്നു? ഖുഫ തടവേണ്ടത് താഴെയാകുമായിരുന്നു. കാരണം താഴെയിൽ നിലത്ത് തട്ടുള്ളൂ. പൊടിപടലൊക്കെ താഴെയാവും. പക്ഷെ തടവേണ്ട എവിടെയാ? മേലെയാ. നിന്റെ ബുദ്ധി വല്ലാണ്ട് അവിടെ എന്ത് ചെയ്യണ്ട, അവിടെ ഉപയോഗിക്കണ്ട. നിന്റെ ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല. അതെന്തുകൊണ്ടാ? ബുദ്ധി ദീനിന് എതിരാവുന്നതുകൊണ്ടാണ്. ബുദ്ധിക്ക് ഒരു സ്ഥാനം കൊടുക്കാത്ത ദീനായതുകൊണ്ടാണ്. അല്ല, നമ്മൾ വളരെ ശ്രദ്ധിക്കുക. വ്യക്തമായ തെളിവ് സ്വഹീഹാണെങ്കിൽ, ബുദ്ധി സ്വരീഹാണെങ്കിൽ, കടർപ്പില്ലാത്ത ബുദ്ധിയാണെങ്കിൽ ഒരിക്കലും എതിരാവില്ല. നിനക്കൊരു കാര്യം ദീനിൽ എതിരായി നിനക്ക് സ്വീകരിക്കാൻ പറ്റാത്തതായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ തെളിവ് സ്വഹീഹായിരിക്കില്ല, കള്ള ഹദീസായിരിക്കും.
വൈഫായ ഹദീസായിരിക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ സ്വഹീഹായതിനെ തെറ്റായി ദുർവ്യാഖ്യാനിച്ചതായിരിക്കും, അല്ലെങ്കിൽ നിന്റെ ബുദ്ധിക്ക് എന്തോ കുഴപ്പം. അതല്ലാതെ വേറൊരു കാര്യം അവിടെ ഇല്ല. ശരിയായ ബുദ്ധി എന്ത് ചെയ്യില്ല, ശരിയായ ദീനോട് ഒരിക്കലും എതിരാവൂല. കാരണം ഇത് രണ്ടും ഒരേ സോഴ്സ്. അലാലഹുൽ ഖൽഖു വൽ അംർ. ഖൽഖ് അതിൽപ്പെട്ടാണ് നമ്മുടെ ബുദ്ധി, നമ്മളൊക്കെ അവന്റെ അമറിൽപ്പെട്ടതാണ് എന്ത്, ഈ വഹിയൊക്കെ. രണ്ടും എന്താ, രണ്ട് റബ്ബിന്റെ ആണെങ്കിൽ ഹക്കീമായ റബ്ബിന്റെ അടുക്കൽ നിന്ന് വരുന്ന രണ്ട് കാര്യങ്ങൾ ഒരിക്കലും എന്താവൂല, വൈരുദ്ധ്യങ്ങളാവൂല, ചേരാത്തതാവൂല. ആ വിഷയത്തിൽ ഇവിടെ വരുന്നുണ്ട്. അത് ഞാൻ അവസാനിപ്പിക്കാം, സമയം കുറവാണ്. ഒരു ഇബാറത്തോട് വായിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ നിർത്താം. അല്ലാ യുഅബ്ബദു അല്ലാഹു ഇല്ലാ ബിമാ ശറഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഇബാദത്ത് ചെയ്ത് കാണിച്ചു തന്നോ അങ്ങനെ മാത്രം ഇബാദത്ത് ചെയ്യാം. അത് പിന്നീട് വരുന്നതുകൊണ്ടാണ് അത് വിശദീകരിക്കാത്തത്. അടുത്ത ഫറകൾ അത് വരുന്നുണ്ട്, അടുത്ത അടയാളങ്ങൾ അത് വരുന്നുണ്ട്. ഒരു ഇബാറത്തോട് മാത്രം വായിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അവസാനിപ്പിക്കാം. എന്താണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മജ്മൂഉൽ ഫതാവയിൽ പറയാം, 28-13. നമുക്ക് നമ്പറുകളൊക്കെ ആവശ്യമാണല്ലോ, നിങ്ങൾ ചോദിച്ചോണ്ടാണ്. അത് എന്താണ് ഈ കാലഘട്ടത്തിൽ ശരിക്കും അതിന്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അധികം പറയാത്തത്. കാരണം മക്തബ് ഷാമിലേക്ക് അറിയിട്ട് ഈ ഇബാറത്തുകൾ അടിച്ചു കൊടുത്താൽ എവിടെയാണെങ്കിലും കിട്ടും. എങ്കിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മജ്മൂഉൽ ഫതാവയിൽ പറയാം, فكان من الأصول المتفق عليها بين الصحابة والتابعين لهم بإحسان أنه لا يقبل من أحد قط أن يعارض القرآن لا برأيه ولا ذوقه ولا معقوله ولا وجده. എന്നിട്ട് കുറേ കാര്യങ്ങൾ പറയാം. എന്നുവെച്ചാല് സ്വഹാബത്തിന് ഇഹ്സാനോട് പിൻപറ്റിയ ചില ശരിയായ മനഹജുള്ള ആളുകൾക്കിടയിൽ മുത്തഫഖായിട്ടുണ്ട്. അവർക്കിടയിൽ ഇജ്മാ ഉള്ള ഒരു അടിസ്ഥാനമാണ് എന്ത്, ഒരാളിൽ നിന്ന് അവരെന്ത് ചെയ്യില്ല, സ്വീകരിക്കുകയില്ല. ആരായിക്കോട്ടെ, ആരും അവർ സ്വീകരിക്കില്ല. എന്ത്, ഖുർആനിന് എതിരാവുക. എങ്ങനെ എതിരാവുക? ബിറഈ, സ്വന്തം റഈ കൊണ്ട്, താല്പര്യം കൊണ്ട്, സ്വന്തം താല്പര്യം കൊണ്ട്. വലാ ദൗക്ക് വുജുദ്, ഇതൊക്കെ സൂഫികളുടെ ഓരോ കാര്യങ്ങളാണ്. സൂഫികളുടെ ഓരോ കാര്യങ്ങൾ. അവർക്ക് എന്തെങ്കിലും ഒരു തെളിവ് പറഞ്ഞു കൊടുത്താൽ ഞങ്ങളുടെ ദൗക്ക് അതിന് എന്താവുന്നില്ല, യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിനെതിരാവുന്ന സൂഫികൾ എന്ന് പറഞ്ഞാൽ അവരങ്ങനെയാണ്. നമുക്ക് കിതാബ് സന്നത്ത് മാത്രമാണ് തെളിവ്, അവർക്ക് കിതാബ് സന്നത്ത് മാത്രമൊന്നുമല്ല, അവർക്ക് ഒരുപാട് തെളിവുകളുണ്ട്. ഒരുത്തൻ എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അത് തെളിവാക്കും. എന്തെങ്കിലും ശൈത്താൻ വസ്വാസം ഉണ്ടാക്കിയാൽ അത് വഹീ കിട്ടിയതാണെന്ന് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇൽഹാം കിട്ടിയതാണെന്ന് എന്ത് ചെയ്യും, പറയും. ഉമർ റളിയല്ലാഹു ഇൽഹാം കിട്ടിയ സംഭവമൊക്കെ നമുക്കറിയാലോ, സംഭവങ്ങൾ അറിയില്ലേ? ഉമർ റളിയല്ലാഹു ഇൽഹാം കിട്ടിയ സംഭവങ്ങൾ. എന്റെ റബ്ബ് എന്റെ 3 കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്തിട്ട് വഹി ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ പറയുന്നു. ഓർമ്മല്ല? ഏതൊക്കെ 3 കാര്യങ്ങൾ? ഹിജാബിന്റെ വിഷയത്തിൽ. ബാങ്കാണോ? അല്ല, ഞാൻ പറയുന്നത് ഉദാഹരണങ്ങൾ പോട്ടെ. ഇവിടെ ഈ ഉമർ റളിയല്ലാഹു ആ ഒരു തോന്നൽ കിട്ടുന്നത് അതിന് ഇൽഹാം എന്ന് പറയാം. അതിന് ഒരുപാട് ശുറൂത്തുകളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കാം, വേറെ വിശദമായിട്ടുള്ള വിഷയങ്ങളാണ്. ഈ ഇൽഹാം ശൈത്താൻ ഉണ്ടാക്കുന്ന വസ്തുക്കൾ എന്ത് ചെയ്യും, ഇത് ഉമർ റളിയല്ലാഹു കിട്ടിയ പോലത്തെ ഇൽഹാം എനിക്ക് കിട്ടുകയാണെന്ന് എന്ത് ചെയ്യും, അവർ തെറ്റിദ്ധരിക്കും. അപ്പൊ ഇങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ സ്വപ്നങ്ങളാണെങ്കിൽ ഇബ്രാഹിം നബിക്ക് മകനിറക്കാൻ ഉത്തരവ് കിട്ടുന്ന എങ്ങനെയാണ്, അതുപോലെ എനിക്ക് എന്ത് ചെയ്താണ്, എനിക്ക് റബ്ബ് സ്വപ്നത്തിലൂടെ എനിക്ക് ഉത്തരവ് തരികയാണെന്ത്, വഹി എനിക്ക് ഇറക്കി തരികയാണെന്ത്, എനിക്കിത് നിസ്കരിക്കണ്ട, നീ നോമ്പെടുക്കണ്ട, നീ റമദാനാണെങ്കിൽ നോമ്പെടുക്കണ്ട, നോമ്പെടുക്കുന്നവരെ കണ്ട നീ എന്ത് ചെയ്തോ, നോമ്പ് മുറിപ്പിച്ചോ, ഇതൊക്കെ എനിക്ക് എന്ത് ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും, അവർ പറയും. എന്നുവെച്ചാൽ ഖുർആൻ സുന്നത്താണ് എന്ത്, ഒരു മുസ്ലിമിന്റെ ദീനിന് പ്രമാണം. അതിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളെ എന്തേ ഉള്ളൂ, അത് വരുന്നുണ്ട്, വിശദമായിട്ട് വരുന്നുണ്ട്, അത് പിന്നീട് വരുന്നുണ്ട് വിഷയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരു കാര്യത്തിനെതിരാവാൻ പാടില്ല. ദീനിൽ സ്ഥിരപ്പെട്ടു വന്നാൽ
ബുഖാരിയിൽ വ്യക്തമായ ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ബാധിച്ചു. റസൂൽ സിഹർ ബാധിക്കേ എന്തേ പറയുന്നത്? അങ്ങനെ ചോദിക്കാൻ പാടില്ല. സ്വഹീഹാണോ? അതെ, അങ്ങനെ തന്നെയാണ്. സ്വഹീഹാണോ? അങ്ങനെ തന്നെയാണ്. ജിന്ന് മനുഷ്യ ശരീരത്തെ പ്രവേശിക്കുന്നു പറഞ്ഞ് ജിന്ന് മനുഷ്യ ശരീരത്തിലേക്ക് ഇയാൾ എന്തൊക്കെ ഈ പഴയ പുരാണങ്ങളിൽ അതൊക്കെ പറയുന്നത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പഴങ്കഥകളൊക്കെ പറയുന്നത് അങ്ങനെയല്ല. മനുഷ്യ ശരീരത്തെ പ്രവേശിക്കാൻ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവേശിക്കും. അങ്ങനെ തന്നെയാണ്. ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദം, രക്തം ഓടുന്നിടത്തൊക്കെ, എവിടെയൊക്കെ ശരീരത്തിൽ രക്തം ഓടുന്നുണ്ട് അവിടെയൊക്കെ ശൈത്താനെ കയറാൻ സാധിക്കും. അള്ളാഹുന്റെ റസൂലിന്റെ വാക്കാണ്. അത് സത്യപ്പെടുത്തണം, അംഗീകരിക്കണം. അൽ ഐൻ ഹഖുൻ, കണ്ണേർ സത്യമാണെന്ന് അങ്ങനത്തെ ഹദീസുണ്ട്. അത് സത്യമാണെന്ന് റസൂൽ പറഞ്ഞ സത്യമല്ല നമ്മൾ പറയല. നീ ആരാ? റസൂൽ സത്യാന്ന് പറയുമ്പോ അങ്ങനൊന്നുമില്ല എന്ന് പറയാ. ഇവനെന്താ അടുത്ത റസൂൽ? ഇവന് പുതിയ വഹി കിട്ടിയോ? ഇത് അവനവന്റെ എന്താ പറയാ ആവേശമോ അല്ലെങ്കിൽ അവനവന്റെ നാട്ടിലെ സാഹചര്യമോ അവനവന്റെ ബുദ്ധിന്റെ നിലവാര തകർച്ചയോ ഇതൊന്നുമല്ല എന്ത് ദീനെ മനസ്സിലാക്കാനുള്ള അടിസ്ഥാനങ്ങൾ. റസൂൽ പറഞ്ഞാൽ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. നമ്മുടെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ സ്വീകരിക്കണം. നമ്മൾ ബാധ്യസ്ഥരാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതാണ്, കീഴുതുങ്ങിയവനാണ്. അള്ളാഹ്ക്ക് എതിരാവുന്നവനല്ല, അതല്ല മുസ്ലിം. അള്ളാഹുവിന് കീഴുതുങ്ങിയവനാണ്. എല്ലാത്തിനും കീഴുതണം, കൽപ്പനകൾ കീഴുതണം, സത്യപ്പെടുത്തണം. ചെയ്യരുത് പറഞ്ഞ് ചെയ്യാൻ പാടില്ല. താടിയെ വെറുതെ വിടണം, താടിയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. അങ്ങനെയാണ് മുസ്ലിം ആവാം. അങ്ങനെയാണ്. താടിയൊന്നും ചെയ്യരുത് പറഞ്ഞാൽ ചെയ്യരുത് തന്നെയാണ്. വസ്ത്രം നിര്യാണിക്കുമ്പോൾ ഉയർത്തണം എന്ന് പറഞ്ഞാൽ ഉയർത്തണം. അങ്ങനെ തന്നെയാണ്. നിനക്ക് തോന്നുമ്പോൾ നിനക്ക് വേണമെങ്കിൽ ഉയർത്തുക, നിനക്ക് വേണ്ടാത്തപ്പോൾ ഉയർത്തുക, അങ്ങനെയല്ല. റസൂലിന്റെ ഹദീസ് നിനക്ക് എത്തിയാൽ നീ ഉയർത്തണം, നിർബന്ധമാണ്. നീ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നൊരു മുസ്ലിം ആണെങ്കിൽ ഇതൊക്കെ നിനക്ക് വന്നെത്തി കിട്ടിക്കഴിഞ്ഞാൽ നീ അംഗീകരിക്കാനും പാലിക്കാനും ബാധ്യസ്ഥനാണ്. വെറുതെ നാവുകൊണ്ട് പറഞ്ഞാലാവൂല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പാലിക്കുമ്പോഴാണ് എന്താവുക? ഒരാൾ കിതാബ് സുന്നത്ത് മുറുകെ പിടിച്ചാനാവും. എല്ലാ കൽപ്പനകളും അനുസരിച്ച് എല്ലാ വിലക്കളിലും വിട്ടുനിന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യപ്പെടുത്തി അദ്ദേഹം പഠിപ്പിച്ച രൂപത്തിൽ മാത്രം ഇബാദത്ത് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നവനാണ് എന്ത്? അവനാണ് മുസ്തസ്ലിം, അല്ലെങ്കിൽ മുസല്ലം, അല്ലെങ്കിൽ മുസ്ലിം. ആ രീതിയാണ് ഇസ്ലാം. ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ പഠിച്ചത് ഇഅ്തിസാം ബിൽ കിതാബി സുന്ന ആണ് ഒന്നാമത്തെ അസ്ല്. അതിൽ നിന്നാണ് ഒരുപാട് ഫറകൾ വരുന്നത്. അതില് ഇഅ്തിസാം കിതാബ് സുന്നത്തും രണ്ടും വേണമെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും ആദ്യം വരുന്ന മസല സുന്നത്തിനെ മൊത്തത്തിൽ എതിർക്കുന്ന ആളുകൾ, അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ കൊണ്ട് തന്നെ മറുപടി കൊടുക്കണം. ഖുർആന്റെ ആയത്തുകൾ കൊണ്ട് തന്നെ മറുപടി കൊടുക്കണം. പിന്നെയുള്ളത് ഖബറുൽ അഹാദ് നിഷേധിക്കുന്ന ആളുകളാണ്. അവർക്ക് ഹദീസുകളിൽ തന്നെ ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. ഹദീസുകളിൽ തന്നെ ഇഷ്ടംപോലെ, നമ്മൾ ഖുർആന്റെ ഹദീസുകളുടെ തെളിവാണ് എന്ത്? ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താണ്? ഖിബ്ല മാറുന്ന സംഭവം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് എന്തായി? മസ്ജിദുൽ ഹറാമിലേക്ക് നിസ്കരിക്കാൻ തുടങ്ങി. മദീനയിൽ വെച്ച്, മദീന പള്ളിയിൽ അവിടെ മാറി, ഖിബ്ല മാറി, പുതിയ ഖിബ്ലയായി. ഇവിടെ ഖുബൈലാണെന്ന് തോന്നുന്നു. സ്വഹാബികൾ എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല ഖിബ്ല മാറിയത്. ഓട്ടെ, ഒരു പള്ളിയിൽ അവിടെ സ്വഹാബത്ത് എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല ഖിബ്ല മാറിയത്. അവരിപ്പോഴും ബൈത്തുൽ മഖ്ദിസ് നിസ്കരിച്ച് ജമാഅത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുക ഇമാമിന്റെ കൂടെ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബ്ല മാറിയത് അറിയിക്കാൻ വിശ്വാസകാരിയാണ്, അഖീദയാണ്. ഒരു മുസ്ലിമിന്റെ ഖിബ്ല എന്താന്ന് പറഞ്ഞാൽ ഖിബ്ലയ്ക്ക് തിരിഞ്ഞ് നിസ്കരിക്കൽ ഷർത്താണെന്നുള്ളത് ഫിഖ്. നമ്മുടെ ഖിബ്ല എന്താന്നുള്ള വിശ്വാസം എന്താ? അത് അഖീദയാണ്.
അഖീദന്റെ കാര്യം അറിയിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്ന ആരെയാ? എത്ര സഹാബിമാർ വിട്ടു? 10ലധികം സഹാബിമാർ വിട്ടോ? വിട്ടോ? എത്ര സഹാബി വന്നു? ഒരൊറ്റ സഹാബി. ഇത് റസൂലിന് അറിയാത്ത ദീനോ നിങ്ങൾ പറയുന്നത്? ഒരൊറ്റ സഹാബി വിട്ട് യമനിലേക്ക് ദീൻ പഠിപ്പിക്കാൻ ദായിയായിട്ട് അയക്കുന്നത് 10ലധികം ആൾക്കാരെ. അദ്ദേഹം 10ലധികം ആളുകളെ പോലെ, അത് വേറെ വിഷയം. അയക്കുന്ന ഒറ്റ വ്യക്തിയാണ്. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ, ഹദീസുകൾ. ഖബറുൽ വാഹിദിനെ ഹുജ്ജത്ത് നിഷേധിക്കുന്ന ഹദീസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദഅവത്ത് ചെയ്യാൻ പറ്റും. കാരണം അവരെന്ത് മുത്തവാത്തിറിന് എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ മുത്തവാത്തിറ വിഷയങ്ങൾ എത്രത്തോളം ഒരുപാട് എന്തുണ്ട്? ഖബറുൽ വാഹിദിനും മറുപടി കൊടുക്കുന്നുണ്ട് നിഷേധിക്കുന്നവർക്ക്. അത് നമുക്കത് പറ്റും. ഖബറുൽ വാഹിദ് ഹദീസ് കൊണ്ട് തെളിവിക്കാൻ പറ്റും. അപ്പൊ ഇത് രണ്ടാണ് ഇതിൽ പ്രധാനപ്പെട്ട വിഷയം വരുന്നത്. കുറെ ഉണ്ടിട്ട് ഞാൻ പ്രധാനപ്പെട്ട മാത്രം പറഞ്ഞു പോകണം. പിന്നെ എങ്ങനെ എത്തിസാം, കൈഫിയത്തിൽ എത്തിസാം, അതിൽ ചുരുക്കത്തിൽ തസ്ലീമാണ്. തസ്ലീമിന്റെ 4 പ്രധാനപ്പെട്ട മർമ്മങ്ങളാണെന്ത്? ഒന്നാമത്തത് തസ്ദീഖുഹു ഫീമാ അഖ്ബർ, രണ്ടാമത്തത് തആത്തുഹു ഫീമാ അമർ, മൂന്നാമത്തത് ഇജ്തിനാബു മാ നഹാ അൻഹു വസജർ, നാലാമത്തത് അല്ലാ യുഅബ്ദുല്ലാഹു ഇല്ലാ ബിമാ ശറഅ. 4. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ അസ്ല് കഴിഞ്ഞല്ല. ഇതിൽ പല കാര്യങ്ങളും രണ്ടാമത്തെ ഇനിയും ഉള്ള അസ്ലുകൾ വരുന്നത് കൊണ്ട് ഇത്രയും പറഞ്ഞ ചുരുക്കാണ്. ശരിക്കും ഇത് തന്നെയാണ് എന്ത്? ബാക്കിയുള്ളതെല്ലാം ഇതേ കാര്യങ്ങൾ തന്നെ, ഇതിന്റെ സബ് പോയിന്റുകൾ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ, അത് ശരിയായ രൂപത്തിൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, അങ്ങനെ എല്ലാ ആളുകളും നമ്മൾ ഈ സംസാരത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? നമ്മൾ ഒരിക്കലും നമ്മൾ കരുതരുത് നമ്മൾ മാത്രം ശരിക്കും സലഫികളായി നമ്മളെങ്ങനെയെങ്കിലും നരകത്ത് പോവാൻ സ്വർഗത്ത് പോകണം, ഇതാവരും നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ആരെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് തെറ്റായ ലക്ഷ്യമാണെന്നല്ല പറയുന്നത്, അത് പോരാ. അങ്ങനെ ചിന്തിച്ചാൽ പോരാ. നിങ്ങൾ മാത്രം നരക സലാമത്താവുക. നിങ്ങളുടെ വാപ്പാനെ സലാമത്താക്കണ്ടേ, ഉമ്മാനെ സലാമത്താക്കണ്ടേ, ഭാര്യ, മക്കള്, കുടുംബക്കാര്, നാട്ടുകാര്, കൂട്ടുകാര്, അയൽക്കാർ, ഇവരൊന്നും സലാമത്താക്കണ്ടേ? അവരൊക്കെ നരകത്ത് പോയാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പാടില്ല, അങ്ങനെ ആവാൻ പാടില്ല. നമ്മളെ കൊണ്ട് എത്ര ആളുകൾ നരകത്തെ പുറത്തെത്തിക്കാൻ പറ്റുമോ? ഒരു തരി പോലെ നരകത്തിൽ പ്രവേശിക്കാൻ സ്വർഗത്ത് പോവാൻ എത്ര ആളുകൾ നമ്മൾ കാക്കാൻ പറ്റും? അതിനാകണമെങ്കിൽ ഇങ്ങനെ വരണം. ഈ രൂപത്തിൽ മുസ്ലിമീങ്ങളാണ്. എന്തെങ്കിലും നാട്ടിൽ കാണുന്ന പോലെ പല ജാതി പോലത്തുള്ള 6 ആളുകളിൽ 100 മുസ്ലിം അങ്ങനെ ആയ പോരാ. ശരിക്കുള്ള ഇസ്ലാമാണ്. ആ നീയത്തിൽ പഠിക്കണം. ആ നീയത്തിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എത്ര സംശയമില്ല, ഇനിയും കുറെ സംശയങ്ങൾ വരും. കാരണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം? കേട്ടിരിക്കുന്ന പോലെയല്ല, പഠിപ്പിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ എന്ത് ചെയ്യുക? പഠിക്കുക, പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഓരോരുത്തർക്കും നരകത്തിൽ ഒരിക്കലും തട്ടാതെ, തീയൊരിക്കലും തട്ടാതെ സ്വർഗത്തിൽ നേരിട്ട് പ്രവേശിക്കുന്ന ആ ഫിർഖത്തുൻ നാജിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനിത്തരം മജ്‌ലിസുകളൊക്കെ സബബുകളാക്കി തീർക്കുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.